Good afternoon. Good afternoon. പത്ത് പേരായിട്ടുള്ള എല്ലാ ക്ലാസ്സിലും ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഏതാണെന്ന് പഠിച്ചത്? ബ്ലഡ് ബാങ്ക് 2 ക്ലാസ്സും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ? ഓക്കെ, ഓർക്കണ്ടോ ബ്ലഡ് ബാങ്ക് ഒക്കെ? ഇതാണ് ആരും ഒരു Yes, miss. ഓക്കെ, ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 19 ആണ്. അത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. CSSD എന്ന് കേട്ടിട്ടുണ്ടോ? CSSD എന്താണ് അതിന്റെ ഫുൾ ഫോം? CSSD, സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറഞ്ഞാൽ. എന്താണ് CSSD എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ ഡിപ്പാർട്ട്മെന്റ്? ഉപകരണങ്ങളൊക്കെ സ്റ്റെറൈൽ ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നു അല്ലെ? അതിനകത്തുണ്ട് നമ്മൾ എന്താ വെച്ചാൽ സ്റ്റെറൈൽ സപ്ലൈ. അപ്പൊ നമുക്ക് പല യൂസർ ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എന്താണ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് നമ്മളത് കളക്ട് ചെയ്തിട്ട് അത് റിസീവ് ചെയ്തിട്ട് അത് കുറെ സ്റ്റെപ്പുകൾ ഉണ്ട് അതിന് അല്ലെ? അപ്പൊ ആ ഒരു കുറെ സ്റ്റെപ്സുകൾ വഴി സ്റ്റെറിലൈസ് ചെയ്ത് അതിനുശേഷം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എന്തിനാണ് ഈ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെറൈൽ ആക്കുന്നത്? ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്തിനാണ് സ്റ്റെറൈൽ ചെയ്യുന്നത്? സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിമുക്തമാക്കുക അല്ലെ? ഇൻഫെക്ഷൻ ഇല്ലാതെയാക്കുക. അതെന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ? വീണ്ടും ഇനി ഒരു ഇൻഫെക്ഷൻ അവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഒക്കെ നടത്തുന്നത്. ഇൻസ്ട്രുമെന്റ്സ് അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന സിസേഴ്സ് അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ്, കാര്യങ്ങൾ, എക്യുപ്മെന്റ്സ് ഒക്കെ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻ ആകാം അല്ലെ? അപ്പൊ അത് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റും എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഇൻസ്ട്രുമെന്റ്സ്, അതായത് നമ്മൾ പ്രത്യേകം പറയണം സ്റ്റെറിലൈസ് ചെയ്തിട്ട് അല്ലെ? അത് സപ്ലൈ ചെയ്യാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പേഷ്യന്റിന്റെ സുരക്ഷിതത്തിന്, കെയറിന് വേണ്ടിയിട്ട് അല്ലെ? വീണ്ടും അതൊരു ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ കെയറിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് സ്റ്റെറൈൽ ചെയ്ത് അത് സപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അവിടെ ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്താൽ തന്നെ അറിയാം എന്താണ് CSSD. അതിന്റെ പിന്നെ നെക്സ്റ്റ് CSSD എന്താണെന്നൊരു ഡെഫിനിഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. അതിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ്? ഫ്രം ആ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ, എന്താണ് ഇത് കട്ടായില്ല?
ഓക്കെ, നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. ഫ്രം ആ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ, ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. നമുക്കറിയാം ഒരു എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്ഇൻഫെക്ഷൻ, അതായത് ഇൻഫെക്ഷൻ ഇല്ലാത്ത അണുനശീകരണം അല്ലെ, അത് ഡിസ്ഇൻഫെക്ഷൻ ആക്കുക. ഏത് സർജിക്കൽ എക്യുപ്മെന്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത എക്യുപ്മെന്റ്സുകളൊക്കെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിലി കണ്ടാമിനേറ്റഡ്, അവിടെ ഒരു നോക്കിയ സ്പെല്ലിംഗ് ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ നോട്ട് നോക്കുമ്പോൾ അറിയാം, കണ്ടാമിനേറ്റഡ് എന്നാണ് കേട്ടോ അവിടെ. കണ്ടാമിനേറ്റഡ്, CONTAMINATED ആണ് അവിടെ. കണ്ടാമിനേറ്റഡ് എന്നാണ് ആ വേർഡ്. ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ്. എന്താണ് കണ്ടാമിനേറ്റഡ് എന്ന് പറയുന്നത്? കണ്ടാമിനേഷൻ, മലിനമാവുക അല്ലെ. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, അത് മലിനമാണെങ്കിൽ അതിൽ എന്താണ്? ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ വൂണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ മലിനമാവുകയാണെങ്കിൽ എന്ത് പറ്റും? അതിന്റെ വീണ്ടും ആ ഇഞ്ചുറിയിൽ, അല്ലെങ്കിൽ അതിന് വീണ്ടും എന്ത് പറ്റും? ലേറ്റർ ആ സർജിക്കൽ വൂണ്ടിൽ കൂടെ തന്നെ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അതായത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ വൂണ്ട്. ആ സർജിക്കൽ വൂണ്ടിൽ കൂടെ തന്നെ വീണ്ടും എന്താണ് വീണ്ടും ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സർജറിക്ക് വേണ്ടി എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആസ് ദ റിസൾട്ട്, അതിന്റെ ഫലമായിട്ട് അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഈസ് സജസ്റ്റഡ്. അപ്പൊ ഇങ്ങനെ ഈ സർജിക്കൽ വൂണ്ടിൽ കൂടെ ഇങ്ങനെ നമുക്ക് വീണ്ടും ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഈസ് സജസ്റ്റഡ്. സ്റ്റെറിലൈസേഷൻ ചെയ്യണം. ആ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്തു. ഏതിന്റെ? ആസ് വൺ ഓഫ് ദ ബേസിക് ആൻഡ് അക്സെപ്റ്റഡ് മെഷർ ഏക്കണസ് ദ ഇവിടെ നോക്കുക, സർജിക്കൽ. അവിടെ നിങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുമ്പോൾ കാണാം, പ്രസന്റ് ചെയ്തേക്കണ അവിടെ ഒരു മിസ്റ്റേക്ക് ആണ് വന്നേക്കുന്നത്. സർജിക്കൽ എന്നാണ്, SURGICAL, സർജിക്കൽ സൈറ്റ്, SITE, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, SSI എന്ന് പറയും. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, അതായത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനിലെ നമ്മളെ സൈറ്റിലെ സർജിക്കൽ സൈറ്റിലെ ഇൻഫെക്ഷന് എതിരായിട്ടുള്ള വൺ ഓഫ് ദ ബേസിക് ആൻഡ് അക്സെപ്റ്റഡ് മെഷർ, അതായത് അടിസ്ഥാനവും ഒരു അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായി മാറി ഏത്? സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്നുള്ളത്. സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് നടപടികളിൽ ഒന്നായിട്ട് ഇത് നിർദ്ദേശിച്ചു. അതായത് സ്റ്റെറിലൈസ് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആസ് ദ റിസൾട്ട് അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഈസ് സജസ്റ്റഡ്. ഏതിന്റെ ബേസിൽ? ആസ് വൺ ഓഫ് ദ ബേസിക് ആൻഡ് അക്സെപ്റ്റഡ് മെഷർ. ഏതിനെതിരായിട്ട്? ഏക്കണസ് സർജിക്കൽ സേഫ്. അവിടെ സേഫ് എന്ന് തന്നേക്കണത് സൈറ്റ് എന്നാണ് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ സൈറ്റിലെ ആ ഇൻഫെക്ഷന് എതിരായിട്ട് ഇൻഫെക്ഷന് എഗണിസ്റ്റ് ആയിട്ടുള്ള എതിരായിട്ടുള്ള അടിസ്ഥാനവും അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായിട്ട് എന്ത് നിർദ്ദേശിച്ചു? സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചു. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് എന്താണ് CSSD എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഫുൾ ഫോം പറഞ്ഞ? CSSDയുടെ ഫുൾ ഫോം എന്താണ്? സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതെന്താണ്? ഇതിപ്പോ നമ്മളൊരു ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. CSSD എന്ന് പറഞ്ഞ വളരെ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഈ ഇൻസ്ട്രുമെന്റ്സുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക? സ്റ്റെറിലൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക യൂസർ ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക്
അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് വേണ്ടത് എന്നനുസരിച്ച് അതിന്റെ ആസ്പർദ നമ്മുടെ അതിന്റെ എന്താണ് ആവശ്യകത അനുസരിച്ച് അതിലേക്ക് സപ്ലൈ ചെയ്യുക. അതാണ് CSSD ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു ചെറുതായിട്ട് അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തോ. CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് CSSD എന്ന് പറയുന്നത്? The Central Sterile Supply Department is responsible for എന്താണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്താണ്? is responsible for RESPONSIBLE responsible for preparing, പ്രിപ്പയർ ചെയ്യാണ്, അവർ തയ്യാറാക്കി കൊടുക്കുകയാണ്. പ്രിപ്പയറിംഗ് PREPARING പ്രിപ്പയറിംഗ് മെഡിക്കൽ ഓർ സർജിക്കൽ സപ്ലൈസ്. മെഡിക്കൽ ഓർ സർജിക്കൽ, മെഡിക്കൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ സർജറി സംബന്ധിച്ച് സർജിക്കൽ സപ്ലൈസ്, മെഡിക്കൽ ഓർ സർജിക്കൽ സപ്ലൈസ് SUPPLIES സപ്ലൈസ് ആൻഡ് equipments so that they are sterile. വെറുതെ സപ്ലൈ ചെയ്താൽ പോരാ, അത് സ്റ്റെറിലൈസ് ചെയ്യണം. so that they are sterile and ready for പറയാലോ equipment so that they are sterile STERILE so that they are sterile and ready for use in patient care. Ready for use in patient care. അതായത് എന്താണ്, നമ്മളിത് എന്തിനാ ചെയ്യണ്ടേ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും അല്ലെങ്കിൽ ആ കെയറിനും വേണ്ടിയിട്ട് നമ്മൾ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആ എക്യുപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുക. അതാണ് CSSDയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. CSSD ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ തന്നേക്കുന്ന ഡെഫിനിഷൻ ഒന്ന് നോക്കിയേ. ദ CSSD കൺസിസ്റ്റ് ഓഫ് ദോസ് സർവീസസ് വിത്തിൻ എ ഹോസ്പിറ്റൽ. നിങ്ങൾ ഹോസ്പിറ്റലിലെ ഈ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വലിയ ഹോസ്പിറ്റൽസിലൊക്കെയാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ചെറിയ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ചെറുതായിട്ട് എന്നാലും ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഏരിയ ഉണ്ടല്ലോ, അവർക്ക് ഒരു പ്രത്യേക ഏരിയ ഉണ്ടാവും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അല്ലെ. വിച്ച് അക്സെപ്റ്റ് അല്ലെങ്കിൽ റിസീവ് സ്റ്റോഴ്സ്. എന്താണ് ഇത്? ഇത് സ്വീകരിക്കും ഈ വരുന്ന അല്ലെ യൂസർ ഡിപ്പാർട്ട്മെന്റിന് വരുന്ന ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യും. പ്രോസസ്, ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് കൺട്രോൾ പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അവിടെ എന്താണ് ഇതുമായിട്ട് പ്രൊഫഷണൽ സപ്ലൈസ് എന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതിനെ എന്താണ് സപ്ലൈകളും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ്, ആ എക്യുപ്മെന്റ് ഉപകരണങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനെ കൺട്രോൾ പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ വേണ്ടതെന്നുള്ളത് ഇത് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ബോത്ത് ആ എക്യുപ്മെന്റ്സ് എങ്ങനെയുള്ളതാന്ന് നോക്കിയേ. ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ. ചില എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യണം, ചിലത് സ്റ്റെറിലൈസ് ചെയ്യാത്ത, അതാണ് നോൺ സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്തതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യുക. ആൻഡ് ഫ്രം ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓഫ് ദ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എക്യുപ്മെന്റ്സ് എന്താണ് നമ്മൾ സപ്ലൈ ചെയ്യുക. അത് സ്റ്റെറിലൈസ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ സപ്ലൈ ചെയ്യുക. ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ ദ ഹോസ്പിറ്റൽ ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് ഇനി? ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യന്റിന്റെ കെയറിനും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് അല്ലെ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇത് എന്തിനാ നമ്മൾ ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യണേ? പേഷ്യന്റിന് ഇനി വീണ്ടും ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, വീണ്ടും ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർജിക്കൽ വൂണ്ട്, ആ വൂണ്ടിൽ കൂടെ വീണ്ടും ഇപ്പൊ നമ്മളറിയാം സ്റ്റെറിലൈസ് ചെയ്യാത്ത സിസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അതിൽ കൂടെ എന്ത് ചെയ്യും?
ആ വൂണ്ടിൽ കൂടെ തന്നെ വീണ്ടും ഇൻഫെക്ഷൻ ആവും. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിന്റെ കെയറിനും അതുപോലെ തന്നെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും സ്റ്റെറിലൈസ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ചില എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, consist of those services within the hospital which accept, stores, process, distribute and control professional supplies and equipments, both sterile and non-sterile, from എങ്ങോട്ടാണ്, and from all the department of the hospital for the care and safety of patient. പേഷ്യന്റിന്റെ കെയറിനും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം എന്താണ് ആ CSSD എന്നുള്ള ഒരു ഐഡിയ കിട്ടി അല്ലെ. ഇനി നോക്കി അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻ എന്തൊക്കെയാണ്. ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വ്യക്തമാക്കുക. ഓക്കെ, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഒക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അണുവിമുക്തമാക്കുക, അതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻ എന്തൊക്കെയാണ് ഇതിന്റെ CSSDയുടെ ഫങ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എന്താണ്, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. എന്താണ് ഒന്നാമത്തെ ഫങ്ഷൻ? എന്താ, സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യുക അല്ലെ. ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്, അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ പറയുന്നത്. ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. ഓക്കെ, ടു സപ്ലൈ അത്യാവശ്യമൊക്കെ ഇപ്പൊ എന്റെ സാധനം തീർന്നു. ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്റെ ഡ്രസ്സൊക്കെ ഒരു സമയം കഴിയുമ്പോ സ്മെല്ല് വരാൻ തുടങ്ങും. ശരിക്കും നല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, to contribute a reduction in the incidence of hospital infection. എന്താണ്, ഹോസ്പിറ്റലില് ആ ഇൻഫെക്ഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ സംഭവങ്ങള്, ആ ഇൻസിഡൻസ് ഒക്കെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക അല്ലെ. അതാണ് ആ രണ്ടാമത്തെ ഫംഗ്ഷൻ. ആ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംഭാവന ചെയ്യുക എന്നുള്ള അർത്ഥം. ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ, റെഡ്യൂസ് ചെയ്യുക നമ്മൾ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലില് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ സംഭവങ്ങൾ, എന്തെങ്കിലും ഇനി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്താൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലില് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ സംഭവങ്ങളെയൊക്കെ റെഡ്യൂസ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ, കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണ് റെഡ്യൂസ് ചെയ്യുക. റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. പിന്നെ മൂന്നാമത്തെ നോക്കിയേ, ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. മൂന്നാമത്തെ എന്താ നോക്കിയേ, ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അല്ലെ, പല വിലപിടിപ്പുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുക. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. ഇപ്പൊ നമ്മൾ ആലോചിച്ചൊക്കെ ഒരു എന്താണ്, ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഭയങ്കര വിലപിടിപ്പുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു, പിന്നെയും അടുത്ത പ്രാവശ്യം പിന്നെ മേടിക്കുക. അപ്പൊ അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ, അതിന്റെ കൂടുതൽ എണ്ണം വരും അല്ലെ. ഇത് നോക്കി, ഇതാവുമ്പോ എന്താ, സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അപ്പൊ നമുക്ക് ആ എക്യുപ്മെന്റ്സ് തന്നെ വീണ്ടും ഉപയോഗിക്കാമല്ലോ. അപ്പൊ ആ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ള ഒരു ചാൻസ് അവിടെ വരുന്നില്ല അല്ലെ. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് നമുക്ക് വേണ്ട, പിന്നെ പുതിയൊരു എക്യുപ്മെന്റ് പിന്നെയും നമ്മൾ ഹൈ കോസ്റ്റ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ മൂന്നാമത്തെ എന്താ പോയിന്റ് വരുന്നത്, ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. വളരെ വില പിടിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഡ്യൂപ്ലിക്കേഷൻ, അത് വീണ്ടും മേടിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൂടെ ഒഴിവാക്കാൻ പറ്റും. ആ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കൂടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. പിന്നെ പൈസയും നമുക്ക് കുറച്ച് മതി, പുതിയത് പിന്നെ മേടിക്കുമ്പോൾ വേറെ പിന്നെയും ഒത്തിരി എക്സ്പെൻസ് ആവും. അപ്പൊ അതുകൊണ്ട് അതും നമുക്ക് അവോയ്ഡ് ചെയ്യാം അവിടെ. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, ടു കീപ് റെക്കോർഡ്സ് ഓഫ് എഫിഷ്യൻസി ഓഫ് ക്ലീനിങ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. നോക്കിയേ, നമ്മൾ അത് എന്ത് ചെയ്യണം, നമ്മൾ റെക്കോർഡ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട ക്ലീനിങ്ങും ഡിസ്ഇൻഫെക്ഷനും അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഗുണങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുക. അതാണ് CSSDയുടെ ഒരു ഫംഗ്ഷൻ. ആ റെക്കോർഡുകളൊക്കെ റെക്കോർഡിക്കലി അത് എന്താ ചെയ്യണം,
എന്താണ് 4ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. ടു കീപ് റെക്കോർഡ്സ് ഓഫ് എഫിഷ്യൻസി, അതിന്റെ ഗുണങ്ങൾ ഓഫ് ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, അതിന്റെയൊക്കെ ഗുണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യുക. പിന്നെ 5th പോയിന്റ് നോക്കിയേ, ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. എന്താണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? ക്രോസ് ഇൻഫെക്ഷൻ ക്രോസ് ഇൻഫെക്ഷൻ ഒരാൾക്ക് ഉപയോഗിച്ചത് വേറൊരാൾക്ക് ഉപയോഗിക്കുമ്പോൾ അവർക്ക് വരുന്ന ഇൻഫെക്ഷനാണ്. അതായത് അതിൽ നിന്ന് ട്രാൻസ്ഫർ ആവും അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ആവും. ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം, അതാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം, ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം, അതാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ഇൻഫെക്ഷൻ അതിന് എന്ത് ചെയ്യാം? പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. അവേർട്ട് എന്ന് വെച്ചാൽ പ്രിവെന്റ് എന്നുള്ള മീനിങ് ആണ്, തടയുക. അപ്പോ ഈ ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ആ നിയന്ത്രണങ്ങൾ ഒക്കെ എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ ചുമത്തുകയും ചെയ്യുക. ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ഓർ പ്രിവെന്റ് ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ അത് ചുമത്തുകയും ചെയ്യുക. 5ാമത്തെ പോയിന്റ്. നെക്സ്റ്റ് നോക്കാം 6th വൺ, ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അടുത്ത നോക്കിയേ, എന്ത് ചെയ്യണം? നമ്മൾ ഇൻവെന്ററി നടത്തണം, അതായത് ഒരു വിവര പട്ടികകൾ നമ്മൾ എടുക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം. ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് എന്തിന്റെയാണ്? സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അവിടെ എത്ര എന്തോരം എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര എക്യുപ്മെന്റ്സ് ഉണ്ട് എന്നുള്ളതും അതിന്റെ എത്രയൊക്കെ സപ്ലൈ ചെയ്തു, ഇനി എത്ര എണ്ണം സപ്ലൈ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിവര പട്ടികകൾ, വസ്തുവിവര പട്ടികകളൊക്കെ നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ എത്രമാത്രം, അതിപ്പോ നമ്മളാണെങ്കിലും എന്താണ് ഫസ്റ്റ് അതിന്റെ കുറെ സ്റ്റെപ്പുകൾ ഉണ്ട് ഈ സ്റ്റെറിലൈസേഷന്. അപ്പൊ അതിനകത്ത് നമ്മൾ റിസീവിങ് ഏരിയ തന്നെ അത് റിസീവ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾ അത് എന്താണ് കൗണ്ട് ചെയ്യും, ഏത് ഇന്ന ഡിപ്പാർട്ട്മെന്റിന് വന്നതാണ്, ഇത്ര ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് എന്നൊക്കെ കൗണ്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോസസ് ഒക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എന്ത് ചെയ്യണം? നമ്മൾ ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്, എക്യുപ്മെന്റ്സും അതിന്റെ സപ്ലൈനെ കുറിച്ചുള്ള ഒരു വിവര പട്ടികകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് 7th പോയിന്റ്, ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. അത് നമുക്കറിയാം എന്താണ്, നമ്മൾ ഒരു നല്ല സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ അറേഞ്ച് ചെയ്യണം. ആർക്ക് വേണ്ടി? ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്, പേഷ്യൻസിനും അതുപോലെ സ്റ്റാഫിനും വേണ്ടിയിട്ട് എന്താണ്, നമ്മളൊരു സേഫ് എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്യണം. ടു അറേഞ്ച് സേഫ് എൻവയോൺമെന്റ് ഫോർ എ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. ഇത്രയും ഫങ്ഷൻസ് ആണ് CSSDയുടെ കീഴിൽ വരുന്നത്. അല്ലെങ്കിൽ CSSDയുടെ ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കറിയാം എന്താണ് നമ്മൾ പറഞ്ഞ, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ, സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യുക. ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അതിന് റെഡ്യൂസ് ചെയ്യുക. പിന്നെ അടുത്ത ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം അല്ലെ, എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ. അത് ആ ഇൻസ്ട്രുമെന്റ്സ് തന്നെ വീണ്ടും വീണ്ടും മേടിച്ച് അങ്ങനെ ഒത്തിരി ഡ്യൂപ്ലിക്കേഷൻ നമുക്കത് ഒഴിവാക്കാം. പിന്നെ അത് എന്താണ്, നമ്മൾ ടു കീപ് ദ റെക്കോർഡ്സ് ഓഫ് എഫിഷ്യൻസി, അതിന്റെ ഗുണങ്ങളെ കുറിച്ച്, ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്, അതിന്റെ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യണം. പിന്നെ അടുത്ത ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. നമ്മൾ പറഞ്ഞു ക്രോസ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനാൽ ഈ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ അത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം, നിയന്ത്രണങ്ങൾ പ്രദർശിപ്പിക്കുകയും അതുപോലെ ചുമത്തുകയും ചെയ്യുക. പിന്നെ അടുത്ത് ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. നമ്മൾ എന്ത് ചെയ്യണം? ആ എത്രമാത്രം എക്യുപ്മെന്റ്സ് ഉണ്ട്, അതിന്റെ സപ്ലൈ എങ്ങനെയാ ചെയ്യുന്നത്, അതിനെ കുറിച്ചുള്ള ഒരു ഇൻവെന്ററി
നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ വസ്തുവിവര പട്ടിക എന്ന് പറയും, അതിന്റെ പട്ടികകളൊക്കെ ഒന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കും എന്തോരം ഇൻസ്ട്രുമെന്റ്സ് ഇനി സപ്ലൈ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എത്ര ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എപ്പോഴും അതേക്കുറിച്ചുള്ള റെക്കോർഡിക്കലി ആ കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. അവർക്ക് ആവശ്യമായിട്ട് പേഷ്യന്റിനും സ്റ്റാഫിനും ഒക്കെ ഉള്ള നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതി അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഫങ്ഷൻസ് ക്ലിയർ അല്ലേ? എന്നുവെച്ചാ നമ്മള് പിന്നെ ഒരുപാട് പഠിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ലോവിലും. പിന്നെ എല്ലാവർക്കും ഒരുപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കുറച്ച് പേരുകളൊക്കെ ഇതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അല്ലെ. 10 വരെയൊക്കെ നമുക്ക് ഏകദേശം 10th ലെവലിൽ വരെ പഠിച്ച നോളജ് ഉള്ളവരും, പിന്നെ ഒരുപാട് നമ്മൾ പറഞ്ഞല്ലോ +2 ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പൊ ഒരുപാട് നമ്മളെ ഗ്യാപ്പ് വന്നിട്ട് പിന്നെ ഒരു ക്ലാസ്സിലേക്ക് കയറുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി സ്ലോവിൽ തന്നെ ക്ലാസ് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലോ. നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് അത് തറോ. ഓക്കെ മാം, ഡ്യൂപ്ലിക്കേഷന്റെ അർത്ഥം എന്താ മാം? ഡ്യൂപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇരട്ടിപ്പ് എന്നുള്ളത് അർത്ഥം. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളൊരു എക്യുപ്മെന്റ്സ് ഇല്ലേ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ, നല്ല വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചു, പിന്നെ ആ എക്യുപ്മെന്റ്സ് നമ്മൾ ഭയങ്കര കാശ് കൊടുത്ത് പിന്നെ മേടിച്ചു, പിന്നെ അടുത്ത പ്രാവശ്യം ആവശ്യം വരുമ്പോ പിന്നെ മേടിച്ചു. അതായത് ഡ്യൂപ്ലിക്കേഷൻ, അതിന്റെ ഇരട്ടിപ്പ് അല്ലെ. അത് വീണ്ടും വീണ്ടും. അപ്പൊ ഇപ്പൊ ഒരു എക്യുപ്മെന്റ്സ് ഒരു 10 എണ്ണം നമ്മൾ അത് വരുമ്പോ അത്രയും സ്ഥലവും പോവും, നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷും ഒത്തിരി എക്സ്പെൻസീവ് ആവും. ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് എന്താണ്, നല്ല കാര്യമല്ല അത്. അപ്പൊ അതിന്റെ ആ ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാം. അതിന്റെ വീണ്ടും വീണ്ടും ഉള്ളത്, അതിന്റെ ആവർത്തനം അല്ലെ, ഇരട്ടിപ്പ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് ഒരു 10 എണ്ണം വേണ്ടല്ലോ, ഒരു എക്യുപ്മെന്റ്സ് ഇപ്പൊ 1 2 എണ്ണം മതി. അത് വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ ആയിട്ട് ഒരു സിസർ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സിസർ നമ്മളത് സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത ആൾക്ക് ആ സിസർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. പിന്നെ നമ്മൾ അത് മേടിക്കണ്ട. അപ്പൊ അല്ലെങ്കിൽ ഓരോ പേഷ്യന്റ് വന്നതിനനുസരിച്ച് ഓരോ സിസേഴ്സ് നമ്മൾ മേടിക്കാൻ നോക്കുകയാണെങ്കിൽ കുറെ എന്തോരം സിസേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ ആ ഡ്യൂപ്ലിക്കേഷൻ അവിടെ ഒഴിവാക്കാം അല്ലെ. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന വഴി ആ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാന്നാ പറയുന്നത്. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ ഓക്കെ അപ്പൊ അത് നമുക്ക് അറിയാം അതിന്റെ ഫങ്ഷൻസ്. ഇനി നമുക്ക് നോക്കിയേ നെക്സ്റ്റ് വരുന്ന ഡിസൈനിങ് ഓഫ് എ CSD. CSD ഒരു ഡിസൈൻ ആണ്, ഒരു പ്ലാൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. എന്താ നോക്കിയേ, the size and location of CSSD differ according to hospital management. അതായത് ഹോസ്പിറ്റലിലെ ആ മാനേജ്മെന്റ് അനുസരിച്ച് ആ CSSDയുടെ സൈസും അതിന്റെ ലൊക്കേഷനും വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച്, അതായത് ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിരിക്കും എന്നുള്ള അർത്ഥമാണ് സൈസ്. ഇപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ വലിയ എന്താ പറയാ, നമുക്ക് CSSD ഡിപ്പാർട്ട്മെന്റ് വലിയ ലാവിഷായിട്ടുള്ളത് അല്ലെങ്കിൽ വലിയ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആക്കാം അല്ലെ. അതുപോലെ തന്നെ അതിന്റെ ലൊക്കേഷനും നമുക്ക് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് ആ CSSDയുടെ സൈസും ആ വലുപ്പവും അതുപോലെ തന്നെ ലൊക്കേഷനും ഡിഫറെന്റ് ആയിരിക്കും. Okay, size and location of CSSD differ according to the hospital management. It should be located as near as possible to OT. എവിടെയായിരിക്കണം എന്ന് പറഞ്ഞേക്കണേ? It should be located. ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്യണം? What is OT? Full form എന്താ OT? ഓപ്പറേഷൻ തിയേറ്ററിനോട് അടുത്തായിരിക്കണം. ആൻഡ് പിന്നെ അതുകൂടാതെ നോക്കി A&E ഡിപ്പാർട്ട്മെന്റ്. എന്താ A&E ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? എമർജൻസി. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. പെട്ടെന്ന് വേണം നമുക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടും അടുത്തായിരിക്കണം. ആൻഡ് വാർഡ്സ്, ഓരോ വാർഡിന്റെ ഒക്കെ അടുത്തായിരിക്കണം ഈ CSSD എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് വേണം അല്ലെങ്കിൽ A&E ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ അടുത്ത് വേണം എന്ന് പറയാൻ കാര്യം എന്താ? എന്തുകൊണ്ടായിരിക്കും? അവർക്കാണല്ലോ പെട്ടെന്ന്, അല്ലെങ്കിൽ എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് പെട്ടെന്ന് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും എക്യുപ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് വേണ്ടി വരുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച CSSD ഇവിടെ ഇരിക്കുന്നു, ആ ഓപ്പറേഷൻ തിയേറ്റർ വേറെ ഒരു ഇപ്പൊ CSD ഇരിക്കുന്ന ബ്ലോക്കിലല്ല, അത് കഴിഞ്ഞ് 5-6 ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ എക്യുപ്മെന്റ്സ് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ?
ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഈ CSSD എന്ന് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഓരോ വാർഡിന്റെ ഒക്കെ അടുത്തായിരിക്കണം ഇതിന്റെ പ്ലേസ് എന്ന് പറയുന്നത്, ആ സ്ഥാനം. Located near as possible to OT, A and E department and parts. The CSSD layout should be designed in unidirectional flow. ഒരു വേർഡ് ശ്രദ്ധിച്ചോ നിങ്ങൾ? The CSSD layout എങ്ങനെയായിരിക്കും ഇതിന്റെ ഫ്ലോ? Designed in a unidirectional flow. എന്താ unidirectional flow എന്ന് പറയുന്നത്? Unidirectional. What do you mean by unidirectional? ഒറ്റ ഡയറക്ഷനിലേക്കായിരിക്കും അല്ലേ? അതെന്താ ഉദ്ദേശിക്കുന്നത്? ദ CSSD layout should be designed. ആ ലേഔട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇൻ എ യൂണിഡയറക്ഷണൽ ഫ്ലോ. അതായത് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങനെ എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ഒരു പ്ലേസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഇത് പറയുന്നുണ്ട്. അപ്പൊ ഒരു പ്ലേസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, പല 6 7 അങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളിലൂടെയാണ് സ്റ്റെറിലൈസേഷൻ. അത് പല സ്റ്റെപ്പുകളായിട്ടാണ് നടക്കുന്നത്, പല പല ഘട്ടങ്ങളിലൂടെയാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ മേടിക്കും, എന്നിട്ട് പല ഘട്ടങ്ങളിലൂടെ കടന്ന് ലാസ്റ്റ് വേറെ, അതായത് നമ്മൾ എവിടെ നിന്നാണോ എൻട്രൻസ് എവിടെയാണോ അതിൽ നിന്ന് ഒത്തിരി ദൂരെ ആയിരിക്കും നമ്മൾ അത് സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് പുറത്തേക്ക് കൊടുക്കുന്നത്. അതാണ് ആ യൂണി ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൂടെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഏതാ? വേറെ സ്ഥലത്തായിരിക്കും. ഓക്കെ, അല്ലാതെ നമ്മൾ ആ മേടിച്ച സ്ഥലത്തേക്കൂടെ തന്നെ തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് അവിടെ എക്യുപ്മെന്റ്സ് കൊടുക്കൂല. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഇതിന്റെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ യൂണി ഡയറക്ഷണൽ ആയിട്ട് പോകണം. അതായത് ഒരു സ്ഥലത്ത് മേടിച്ചു, പല പല സ്റ്റെപ്പുകൾ നടത്തി, എന്നിട്ട് ലാസ്റ്റ് അത് വേറെ വഴി കൂടെയാണ് അത് സ്റ്റെറിലൈസ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ പറയില്ല വൺ വേ പോലെ അങ്ങോട്ട് പോവുകയാണ്, അല്ലാതെ തിരിച്ചത് ഇങ്ങോട്ട് മടങ്ങി വരുന്നില്ല. അല്ലാതെ മേടിക്കുന്ന എൻട്രൻസിൽ കൂടെ തന്നെയല്ല ഇത് തിരിച്ചു കൊടുക്കുന്നത്. സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം തിരിച്ച് വേറെ സ്ഥലത്തേക്ക് കൂടിയാണ് കൊടുക്കുന്നത്. അതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്ങിലാണെങ്കിലോ CSSD മേ ബി formed in the lower floor. എവിടെയായിരിക്കും CSD എന്ന് പറയുന്ന? മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആണെങ്കിൽ, വലിയ ഒന്നിലധികം നിലകളുള്ള വലിയ ബിൽഡിങ്സിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് CSD എന്ന് പറഞ്ഞ ഫോംഡ് ഇൻ ദ ലോവർ ഫ്ലോർ. ഇവിടെ തന്നേക്കണ നൈറ്റ് എന്നല്ല, റൈറ്റ് ആണ് കേട്ടോ, RIGHT, റൈറ്റ് അണ്ടർ ദ OT. എന്താണ് റൈറ്റ് അണ്ടർ ദ OT എന്ന് പറയുന്ന? ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് റൈറ്റ് അണ്ടർ ദ OT എന്ന് പറയാൻ കാര്യം? ഓപ്പറേഷൻ തിയേറ്ററിന് താഴെയായിരിക്കണം. അതാണ് അവിടെ റൈറ്റ് അണ്ടർ ദ OT എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും? ലോവർ ഫ്ലോറിൽ ആയിരിക്കണം. അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെയായിരിക്കണം. വേർ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി ദ സ്വിഫ്റ്റ് പോസിബിൾ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. അത് എങ്ങനെ വേണം? നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യാൻ പാകത്തിന് തൊട്ട് താഴെ. ഇപ്പൊ നിങ്ങളൊന്ന് സപ്പോസ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഇവിടെ CSD താഴെ ഇരിക്കുന്നു, തൊട്ട് താഴെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് താഴെയാണ് CSD. ആ CSDയുടെ മുകളിലാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് വിചാരിക്കാം. അപ്പൊ പെട്ടെന്ന് OTയിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഈ എന്താണ് സ്റ്റെറിലൈസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമാണെങ്കിൽ നേരെ അങ്ങോട്ട് പോയാൽ പോരെ? അതാണ് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് പോസിബിൾ ആവുന്ന രീതിയിൽ മെറ്റീരിയൽ പെട്ടെന്ന് മുകളിലേക്ക് അങ്ങ് എത്തിച്ചു കൊടുക്കാം അല്ലെ? ഒറ്റ ലിഫ്റ്റില് നമുക്ക് ലിഫ്റ്റ് വഴിയും നമ്മൾ സപ്ലൈ ചെയ്യാം. അപ്പൊ ഒറ്റ ലിഫ്റ്റില് ഒറ്റ ഫ്ലോറിലേക്ക് പെട്ടെന്ന് അത് എത്തിച്ചു കൊടുക്കാം. അല്ലാതെ ഇപ്പൊ OT ഇവിടെ കിടക്കുന്നു, CSD വേറെ വല്ല ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ കൂടെ ഒക്കെ വളഞ്ഞു ചുറ്റി കുറെ ബിൽഡിംഗ് ഒക്കെ കയറി കൊണ്ടുവരിക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത് CSSD മേ ബി ഫോംഡ് ഇൻ ദ ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ OT. OTക്ക് തൊട്ട് താഴെയായിരിക്കണം. വേർ ദ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി ദ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ നേരെ കയറാൻ പാകത്തിന്. പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി സ്വിഫ്റ്റ് പോസിബിൾ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. പെട്ടെന്ന് ആ മെറ്റീരിയൽസ് പെട്ടെന്ന് അത് അവിടെ ആവശ്യത്തിനനുസരിച്ച് എത്തിക്കാൻ പോസിബിൾ, ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ആ പെർപെൻഡിക്കുലർ മൂവ്മെന്റിന് സാധ്യമാകുന്ന രീതിയിൽ ഓപ്പറേഷൻ തിയേറ്ററിനോട് എങ്ങനെയായിരിക്കണം? റൈറ്റ് അണ്ടർ, തൊട്ട് താഴെയായിരിക്കണം CSSD എന്ന് പറയുന്നത്. ഇൻ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്, ഒന്നിലധികം നിലയുള്ള ബിൽഡിങ്ങിന്റെ കേസിലാണ് ഇത് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തൊട്ടടുത്ത് നിയർ OT എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് തന്നെ അടുത്തായിരിക്കണം. മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗിന്റെ സ്റ്റോർഡ് ബിൽഡിങ്ങിന്റെ കേസിൽ വരുമ്പോൾ ഇതെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ജസ്റ്റ് അണ്ടർ, റൈറ്റ് അണ്ടർ ദ OT, OTക്ക് തൊട്ട് താഴെ വന്നം.
എന്നുവെച്ചാൽ ഇത്രേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് ആ സാധനം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് എത്തിക്കാവുന്ന രീതിയിൽ തൊട്ട് താഴെയായിരിക്കണം. ഓക്കെ, അതാണ് ഡിസൈൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിയ ഒരു പിക്ചർ കണ്ടോ അവിടെ, ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ്. അവിടെ നോക്കിയേ, ഒന്നാമത്തെ വന്നാൽ സോയിൽഡ് സോൺ എന്ന് വന്നിട്ടുണ്ട്. എന്താ സോയിൽഡ് സോൺ എന്ന് ഉദ്ദേശിക്കുന്നത്? സോയിൽഡ് സോൺ 3 സോണായിട്ട് അവിടെ തിരിച്ചേക്കുന്നത്. സോയിൽഡ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റെറൈൽ സോൺ ഉണ്ട്. ആ സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച യൂസ് ചെയ്ത സാധനങ്ങളില്ലേ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇല്ലേ, എക്യുപ്മെന്റ്സുകൾ, അതാണ് സോയിൽഡ് സോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒന്നാമത്തെ യൂസ് ചെയ്ത നമ്മൾ ഉപയോഗിച്ച ആ എക്യുപ്മെന്റ്സ് അത് ജസ്റ്റ് എന്ത് ചെയ്യണം, പിന്നെ അത് ക്ലീൻ സോണിലേക്ക് മാറ്റും. ക്ലീൻ സോണ്. പിന്നെ മൂന്നാമത്തെ ആണ് അത് വീണ്ടും ക്ലീൻ സോണിൽ നിന്ന് എന്താ സ്റ്റെറൈൽ സോണിലേക്ക് വരും. ക്ലീൻ സോണ്, സ്റ്റെറൈൽ സോണ്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടോ എന്തുണ്ട്, അവിടെ ഒരു ബാരിയേഴ്സ് ഉണ്ട് അല്ലെ, ബാരിയർ ഉണ്ട്. എന്തിനാ ബാരിയർ വെച്ചേക്കണ? ഓരോ സോണുകൾ തമ്മിൽ ഓരോ ബാരിയർ വെച്ചേക്കുന്നത് എന്തിനാ? അതായത് നമ്മൾ അത് വീണ്ടും ഇതിലേക്ക് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇടയ്ക്ക് അവിടെ ബാരിയേഴ്സ് വെച്ചിരിക്കുന്നത്. അത് ഈ ഡിസൈനിന്റെ ഇതിന്റെ താഴെ ഇതിന്റെ പ്ലാനിങ് ഓഫ് CSSD എന്നുള്ളതിൽ നമുക്ക് അത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ് അനുസരിച്ച് 3 സോണാണ്. ഒന്നാമത്തെ സോണാണ് സോയിൽഡ് സോൺ, രണ്ടാമത്തെ ക്ലീൻ സോൺ, മൂന്നാമത്തെ സ്റ്റെറൈൽ സോൺ. ഓക്കെ, അതിന്റെ ഇടയിൽ ഓരോ ബാരിയേഴ്സ് ഉണ്ട്. അതായത് ട്രാൻസ്ഫർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ബാരിയേഴ്സും ഉണ്ട്. ജസ്റ്റ് 3 സോണുകളുടെ പേരൊന്ന് നോക്കി വെക്കണം. സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, മൂന്നാമത്തെ സ്റ്റെറൈൽ സോൺ. ഇനി നോക്കിയേ, പ്ലാനിങ് ഓഫ് CSSD. പ്ലാനിങ് ഓഫ് CSSD. The material or item from, അവിടെയും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, കണ്ടാമിനേറ്റഡ് എന്നാണ് കേട്ടോ. കണ്ടാമിനേറ്റഡ്, CONTAMINATED, കണ്ടാമിനേറ്റഡ്. നോക്കിയേ, ദ മെറ്റീരിയൽ ഓർ ഐറ്റം, മെറ്റീരിയൽ അല്ലെ ഐറ്റം ഫ്രം കണ്ടാമിനേറ്റഡ് ആൻഡ് ജെം ഫ്രീ ഏരിയ ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ്. അതാ പറഞ്ഞത്, കണ്ടാമിനേറ്റഡ് ഏരിയ, മലിനമായിട്ടുള്ള ഏരിയയും അല്ലെങ്കിൽ ജെം ഫ്രീ, അതാ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ഏരിയയും ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ്. അത് രണ്ടും എന്താണ്, മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. The material or item from contaminated and germ-free area should not get mixed. അത് രണ്ടും മിക്സ് ചെയ്യരുത്, അത് രണ്ടും മിക്സ് ആവരുത്. അതായത് നമ്മളിപ്പോ കണ്ടാമിനേറ്റഡ് ഉള്ളത് ജെം ഫ്രീ ആക്കി വെച്ചു എന്ന് വിചാരിക്കുക, പിന്നെയും അത് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് എന്താവും, കണ്ടാമിനേറ്റഡ് ആവും അല്ലെ. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ജെം ഫ്രീ ആക്കിയതിൽ കാര്യമില്ല. അപ്പൊ അത് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. The material or item from contaminated and germ free area should not get mixed. അത് രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല. There should be a contaminated, മലിനമാവുക എന്നുള്ള അർത്ഥം. കണ്ടാമിനേറ്റഡ് ആണ് കേട്ടോ. ആ വേർഡ് അവിടെ കണ്ടാമിനേറ്റഡ് ആണ്. CONTAMINATED, കണ്ടാമിനേറ്റഡ്. അപ്പൊ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതും ജെം ഫ്രീ ആയിട്ടുള്ളതും ആ 2 ഏരിയകൾ നമ്മൾ എന്താണ്, ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ്, അത് മിക്സ് ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് ഓരോ ബാരിയേഴ്സ് ഉണ്ട് എന്ന് പറയാം. There should be physical fencing between, അതാണ് നമ്മൾ പറഞ്ഞ ഫിസിക്കൽ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ബാരിയർ ആണ്. അതിന്റെ ഇടയ്ക്ക് ഒരു തടസ്സം പോലെ ഇങ്ങനെ ഉണ്ട്. എന്തുകൊണ്ടാ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവാതിരിക്കാൻ വേണ്ടി, മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ആവാതിരിക്കാൻ വേണ്ടി ഒരു ബാരിയർ ഉണ്ട് ബിറ്റ്വീൻ സോയിൽഡ്, ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺ. ഇത് 3 സോണുകളും തമ്മിൽ ഓരോ ബാരിയേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞു. എന്താ ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫർ അല്ലെ, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം. ആ മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ആവുന്നതിനാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ ബാരിയർ വെച്ചേക്കുന്നത്, അതിന്റെ ഇടയിൽ ബാരിയർ വെച്ചേക്കുന്നത്? സോ ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഈസ് റെഡ്യൂസ്ഡ്. അത് പരസ്പരം അത് ആ സ്പ്രെഡ് ആവാതിരിക്കാൻ, സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുറയ്ക്കുന്ന അതിന്റെ ആ റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, അവിടെ ഒരു ബാരിയേഴ്സ് വെച്ചിരിക്കുന്നത്. ഓരോ സോണുകളും, സോയിൽഡ് സോണും ക്ലീൻ സോണും സ്റ്റെറൈൽ സോണും
അത് മൂന്നും തമ്മിൽ എന്താണ് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ക്രോസ് ഇൻഫെക്ഷൻ സംഭവിക്കാതിരിക്കാൻ, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ഒരു ഫിസിക്കൽ ബാരിയേഴ്സ് അവിടെ വെച്ചേക്കുന്നത്. ഓക്കെ, ദ ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത്. ഇനി ആ ഫ്ലോർ എങ്ങനെയായിരിക്കണം എന്ന് നോക്കിയേ. ദ ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത്, സ്മൂത്ത് ആയിരിക്കണം. നോൺ സ്കിഡ്. എന്താ നോൺ സ്കിഡ് എന്ന് പറഞ്ഞ? തെന്നിപ്പോകാത്തത് അല്ലേ? തെന്നി പോകാത്തായിരിക്കണം. ആൻഡ് പവർഫുൾ, നല്ല പവർഫുൾ ആയിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ ഈ CSSDയുടെ ഫ്ലോർ എങ്ങനെയാ? ഷുഡ് ബി സ്മൂത്ത്, നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ. The clean area should be sustained at a positive pressure. അതായത് ക്ലീൻ ഏരിയ എപ്പോഴും ഒരു പോസിറ്റീവ് പ്രഷർ, ഒരു നല്ലൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു നല്ല പോസിറ്റീവ് എനർജി, പോസിറ്റീവ് പ്രഷർ അവിടെ നിലനിർത്തണം. ക്ലീൻ ഏരിയ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആണല്ലോ. ക്ലീൻ ഏരിയ ഷുഡ് ബി സസ്റ്റൈൻഡ് അറ്റ് എ പോസിറ്റീവ് പ്രഷർ. ദ ഏരിയ ഓഫ് ദ വർക്ക് ഷുഡ് ബി മെയ്ഡ് ഓഫ്. നോക്കി, ഇനി ഏരിയ ഓഫ് വർക്ക്, ആ വർക്ക് ഏരിയ എങ്ങനെയായിരിക്കണം, എന്തുകൊണ്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത്? മെയ്ഡ് ഓഫ് മാർബിൾ, ഗ്രാനൈറ്റ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കണം ആ ഏരിയ. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ CSSDയുടെ ആ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാം കേട്ടോ. നല്ല ക്ലാസ്സുകളുണ്ട്. ഞാൻ 1-2 ക്ലാസ് ഇതിങ്ങനെ വീഡിയോസ് ഞാൻ കയറി കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഇനി നമുക്ക് അതിന്റെ ആ വർക്ക് ഫ്ലോയും അതുപോലെ തന്നെ ആ സ്റ്റെപ്സുകളും ഉണ്ട്, സ്റ്റെറിലൈസേഷന്റെ സ്റ്റെപ്സുകളൊക്കെ. അത് വളരെ ക്ലിയർ ആയിട്ട് യൂട്യൂബിൽ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയൊക്കെയാണ് അവിടെ അവർ ചെയ്യുന്ന ഇതെന്നുള്ളത് കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ അതിന്റെ ഏരിയ എങ്ങനെയായിരിക്കണം? ഏരിയ ഓഫ് ദ വർക്ക് ഷുഡ് ബി മെയ്ഡ് ഓഫ് മാർബിൾ, ഗ്രാനൈറ്റ് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കണം. ദ സ്റ്റെറിലൈസേഷൻ മസ്റ്റ് ബി അറേഞ്ച്ഡ് ഫോർ ഓട്ടോക്ലേവിംഗ്. ഇനി നോക്കിയേ, അപ്പൊ നമ്മൾ എന്താ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞത്? കംപ്ലീറ്റ് റിമൂവൽ അല്ലെ? മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അണുയുക്തമാക്കുക, അതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അത് സ്റ്റെറിലൈസേഷൻ മസ്റ്റ് ബി, എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടത്? ഫോർ ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് കേട്ടിട്ടുണ്ടോ? വേർഡ് ഓട്ടോക്ലേവ് എന്ന്. ഓട്ടോക്ലേവ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓട്ടോക്ലേവ് എങ്ങനെ ഇരിക്കുന്ന സാധനം ഓട്ടോക്ലേവ്? ഓട്ടോക്ലേവ് സ്റ്റീം കൊണ്ട് സ്റ്റീം കൊണ്ട് എന്ത് ചെയ്യുന്നു? അതായത് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ ഒരു പ്രഷർ കുക്കർ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഓട്ടോക്ലേവ്. അതും നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓട്ടോക്ലേവ് ബൈ സ്റ്റീം ആസ് വെൽ ആസ് ഗ്യാസ്. ഒന്നിലെ സ്റ്റീം, അത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഓട്ടോക്ലേവ് എന്നുള്ളത് ഒരു ഏരിയ തന്നെ പഠിക്കാനുണ്ട്. അന്നേരം ഞാൻ കൂടുതലായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ്? ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം ആസ് വെൽ ആസ് ഗ്യാസ്. ഒന്നിലെ സ്റ്റീം വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്യാസ് വഴിയോ നമുക്ക് എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് അങ്ങനെ അതും നമുക്ക് ഡീറ്റെയിൽ ആ സ്റ്റെറിലൈസേഷന്റെ പല സ്റ്റെപ്പുകള്, മെത്തേഡ്സുകൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ പറയാം. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന. ദ സ്റ്റെറിലൈസേഷൻ മസ്റ്റ് ബി അറേഞ്ച്ഡ് ഫോർ, എങ്ങനെയാണ്? ഓട്ടോക്ലേവിംഗ്. അത് ബൈ ഒന്നില്ലെങ്കിൽ സ്റ്റീമും കൊണ്ട് അല്ലെങ്കിൽ ആസ് വെൽ ആസ് ഗ്യാസ്. അതുകൊണ്ട് നമ്മൾ ഓട്ടോക്ലേവിംഗ് ആണ് ാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഓട്ടോക്ലേവ് എന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണോ? ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് സർജിക്കൽ എക്യുപ്മെന്റ്സ്. അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഓട്ടോക്ലേവ് ഈസ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് സർജിക്കൽ എക്യുപ്മെന്റ്സ്, ലാബോറട്ടറി ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് ആൻഡ് അതർ മെറ്റീരിയൽ. ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ് അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. അല്ലെങ്കിൽ ഞാനിവിടെ ഓട്ടോക്ലേവ് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ തരാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഓട്ടോക്ലേവ് ഈസ് യൂസ്ഡ് ടു sterilize, sterilize surgical equipment, surgical surgical equipment, laboratory instruments, laboratory instruments, instruments, pharmaceutical items, PHA, RMA, CE,
UTICAL, pharmaceutical items and other materials. Autoclave is used to sterilize surgical equipments, laboratory instruments, and pharmaceutical items and other materials. ഇതൊക്കെ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിളും അതിനകത്ത് എന്താ സംഭവം എന്നുള്ളത് അന്നേരം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ദ സ്റ്റെറിലൈസേഷൻ മസ്റ്റ് ബി എങ്ങനെയാ അറേഞ്ച് ചെയ്തേക്കുന്നത്? ഓട്ടോക്ലേവിംഗ്. അതെങ്ങനെയാണ്? ബൈ സ്റ്റീം ആസ് വെൽ ആസ് ഗ്യാസ്. സ്റ്റീമോ അല്ലെങ്കിൽ ഗ്യാസും കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതൊന്ന് ഒരു വർക്ക് ഫ്ലോ ഓഫ് CSSTയുടെ വർക്ക് ഫ്ലോ ആണ് തന്നേക്കുന്നത്. വർക്ക് ഫ്ലോ ഓഫ് CSSD വർക്ക് ഫ്ലോ. ഫസ്റ്റ് നോക്കി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? റിസീവ്. നമ്മൾ ഫസ്റ്റ് റിസീവ് ചെയ്യുന്നു അല്ലെ? അത് ഓരോ സ്റ്റെപ്പും നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. നോക്കാം. റിസീവ്, ഫസ്റ്റ് അത് റിസീവ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ നോക്കി, അതിന്റെ താഴേക്ക് വന്നേക്കുന്നത് എന്താ? റിൻസിങ്. റിൻസിങ് എന്ന് വെച്ചാൽ എന്നാ? റിൻസ് ചെയ്യുക, വെള്ളം കൊണ്ട് കഴുകുക അല്ലെ? ഒന്ന് റിൻസ് ചെയ്തെടുക്കുന്നു. റിൻസിങ്. മൂന്നാമത്തെ നോക്കി, മൂന്നാമത്തെ എന്താ? അതിനുശേഷം ക്ലീനിങ്. മൂന്നാമത്തെയാണ് വരുന്നത് ക്ലീനിങ്. അത് ക്ലീൻ ചെയ്യുന്നു, ക്ലീനിങ്. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, ഡ്രൈയിങ്. അടുത്ത സ്റ്റെപ്പ് വരുന്നതാണ് ഡ്രൈ ചെയ്യുക, ഡ്രൈയിങ്. മൂന്നാമത്തെയാണ്. നിങ്ങൾ അത് വേണമെങ്കിൽ ഒന്ന് ആരോ മാർക്ക് ഇട്ട് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. വർക്ക് ഫ്ലോ ഓഫ് CSST. ഫസ്റ്റ് റിസീവ്, രണ്ടാമത്തെ അത് റിൻസ് ചെയ്യുന്നു, വെള്ളമൊക്കെ ഉപയോഗിച്ച് ഒന്ന് കഴുകുന്നു. പിന്നെ അടുത്ത് അത് ക്ലീൻ ചെയ്യുന്നു, ക്ലീനിങ്. നാലാമത്തെ ഡ്രൈയിങ്. ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? അവിടെ ഡ്രൈ ചെയ്യുന്നു, ഡ്രൈയിങ്. പിന്നെ നോക്കിയേ, നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ചെക്കിങ്. അവിടെ ചെക്ക് ചെയ്യും. ആൻഡ് ട്രേ അസംബ്ലിങ്. ട്രേയിലേക്ക്, ഓരോ ട്രേയിലേക്ക് ഇത് അസംബിൾ ചെയ്യും. ഓക്കെ, ട്രേ അസംബ്ലിങ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് നമ്മള് CSSDയിൽ ഇതിന്റെ ഇതൊക്കെ ഉണ്ട്. നമ്മളെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും അതിന്റെ അസംബിൾ ചെയ്യുന്നതും ട്രേയിലേക്ക് വെക്കുന്നതും അങ്ങനെയുള്ള ലേബലിങ്, പാക്കിങ് എല്ലാ സാധനങ്ങളും ഉണ്ട് അത് കേട്ടോ. ചെക്കിങ് ആൻഡ് ട്രേ അസംബ്ലിങ്. എന്നിട്ട് അത് ഡ്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? ചെക്കിങ് ആൻഡ് ട്രേയിലേക്ക്, ഓരോ ട്രേയിലേക്ക് ഇങ്ങനെ അസംബിൾ ചെയ്ത് കൊടുക്കും എക്യുപ്മെന്റ്സ് ഒക്കെ. പിന്നെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് സ്റ്റെറിലൈസേഷൻ. അടുത്തതാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസ് ചെയ്യുന്നു, അതിനെ അണുവിമുക്തമാക്കുന്നു, സ്റ്റെറിലൈസേഷൻ. പിന്നെ എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് അത് ഓരോന്നും എന്ത് ചെയ്യുന്നു? ലേബലിംഗ്. ലേബൽ ചെയ്യും, ലേബലിംഗ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അത് ലേബൽ ചെയ്യും, ലേബലിംഗ്. പിന്നെ നെക്സ്റ്റ് ആണ് സ്റ്റോറേജ്. അത് സ്റ്റോർ ചെയ്യും. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ആ CSSD ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ ഉള്ളിൽ തന്നെ ടെമ്പററി ആയിട്ട് അവർ ഒരു പ്രത്യേക റാക്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ടെമ്പററി ആണ്. എന്നിട്ട് പിന്നെ യൂസർ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം അതനുസരിച്ച് അവരത് കൊടുക്കും. അതാണ് ജസ്റ്റ് ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ലേബൽ ചെയ്തിട്ട് അത് ടെമ്പററി ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ ഓരോ റാക്കിലും അത് സ്റ്റോർ ചെയ്യും, സ്റ്റോറേജ്. പിന്നെ ലാസ്റ്റ് എന്താണ്? ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതാണ് വർക്ക് ഫ്ലോ വരുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം നമുക്ക്. വർക്ക് ഫ്ലോ ഓഫ് CSSD ഏതാണ്? റിസീവ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്, സ്റ്റെറിലൈസേഷൻ, ലേബലിംഗ്, സ്റ്റോറേജ്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. വർക്ക് ഫ്ലോ കിട്ടിയോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്നുകൂടെ പറയാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് പതുക്കെ പറഞ്ഞാൽ മതി. റിസീവ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അത് ആവശ്യം വരുന്നേ അതനുസരിച്ച് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചത് ഇത് എന്ത് ചെയ്യാം? അതായത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓർഗാനോഗ്രാം. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. എന്താ? വാട്ട് യു മീൻ ബൈ ഓർഗാനോഗ്രാം? ഓർഗനൈസേഷൻ ചാർട്ട് ആണ് അല്ലെ? ഓർഗനൈസേഷൻ ചാർട്ട്. അതായത് ഡയഗ്രാം ഷോസ് ദാറ്റ് ദ സ്ട്രക്ചർ ഓഫ് എന്താണ് ഓർഗനൈസേഷൻ ആൻഡ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് പീപ്പിൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ജോബ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽ വിത്തിൻ
ദാറ്റ് ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ആണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, ഏറ്റവും ഹെഡിൽ നിൽക്കുന്ന CSSTയുടെ ഹെഡിൽ ആരാ നോക്കിയേ, CSST ഇൻചാർജ്. ഇത് ആരാണ്? മാനേജർ. അപ്പൊ ഏറ്റവും ഹെഡ് ആയിട്ടുള്ളത് CSST ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ഹെഡ് എന്ന് പറഞ്ഞ മാനേജർ ആണ്, അല്ലെങ്കിൽ CSST ഇൻചാർജ് ഓർ മാനേജർ. അതിന്റെ താഴെ വരുന്നത് CSST ടെക്നീഷ്യൻ. അതിന്റെ താഴെ ടെക്നീഷ്യന്മാരുണ്ട്, CSST ടെക്നീഷ്യൻസ്. പിന്നെ നോക്കിയേ, CSST അസിസ്റ്റന്റ്. ആ ടെക്നീഷ്യന്റെ കീഴിൽ അവന്റെ അസിസ്റ്റ് ചെയ്യുന്നവര് CSST അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ താഴെ വരുന്നതാണ് ക്ലർക്ക്. ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ, അത് കീപ്പ് ചെയ്യുന്നവര് സ്റ്റോർ കീപ്പർ, ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ്, അതിന്റെ താഴെ വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. അവിടെ അത് കീപ്പ് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇതാണ് ആ ഓർഗാനോഗ്രാം. ഇതിന്റെ CSSTയുടെ ഓർഗാനോഗ്രാം ആണ്. മാനേജർ, CSST ടെക്നീഷ്യൻസ്, CSST അസിസ്റ്റന്റ്, പിന്നെ ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ, ലാസ്റ്റ് വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. നിങ്ങൾക്ക് ആ ഡയഗ്രം നോക്കി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. ഏറ്റവും ടോപ്പില് CSSTയുടെ ടോപ്പിൽ നിൽക്കുന്നത് CSST ഇൻചാർജ് മാനേജർ ആണ്, മാനേജർ. ഓക്കെ, ഓർഗാനോഗ്രാം അത് നോട്ട് ചെയ്തോ? ഓർഗാനോഗ്രാം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് അര മാർക്ക് ഇട്ടൊന്ന് വെച്ചാൽ മതി. മാനേജർ, CSST ടെക്നീഷ്യൻ, CSST അസിസ്റ്റൻസ്, അതിന്റെ താഴെ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ, പിന്നെ നെക്സ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. ഓക്കെ, ഇനി ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSST. ഈ CSSTയുടെ ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണ്? ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSST എത്ര ഉണ്ടാവും? 6. 6th ഏരിയ ഉണ്ട്, അത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫങ്ഷണൽ ഏരിയ, അതിന്റെ CSSTയുടെ ഫങ്ഷൻ എന്താണ്? ഫസ്റ്റ് റിസീവിംഗ് ഏരിയ. നമുക്ക് എന്താണ്? റിസീവിംഗ് ഏരിയ. അത് റിസീവ് ചെയ്യുന്നു. അത് നമ്മൾ പറഞ്ഞില്ലേ, പല ഡിപ്പാർട്ട്മെന്റിലും നിന്നും ഓരോ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് റിസീവ് ചെയ്യുന്ന ഏരിയ ആണ് റിസീവിംഗ് ഏരിയ. രണ്ടാമത്തത് ക്ലീനിങ് ഏരിയ. അത് രണ്ടാമത്തെ ഏരിയ ആണ് ക്ലീനിങ്. അതൊന്ന് ക്ലീൻ ആക്കും, റിസീവ് ചെയ്യുന്ന സാധനങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കും. ഓക്കെ, ക്ലീനിങ് ഏരിയ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSST. റിസീവിംഗ് ഏരിയ, രണ്ടാമത്തെ ക്ലീനിങ് ഏരിയ. അതൊന്നില്ലെങ്കിൽ മെഷീൻ വഴിയോ അല്ലെങ്കിൽ മാനുവൽ ആയിട്ടോ നമുക്ക് തന്നെയോ അവിടെ ആളുകൾ ആയിട്ടോ അത് ക്ലീൻ ചെയ്യും. സോപ്പൊക്കെ ഉപയോഗിച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ച് അതൊന്ന് ക്ലീൻ ചെയ്യും, ക്ലീനിങ് ഏരിയ. പിന്നെ നെക്സ്റ്റ് ആണ് പാക്കിംഗ് ഏരിയ. മൂന്നാമത്തെയാണ് പാക്കിംഗ് ഏരിയ. ക്ലീൻ ആക്കിയിട്ട് എന്ത് ചെയ്യും? പാക്ക് ചെയ്യും, പാക്കിംഗ് ഏരിയ. നെക്സ്റ്റ് സ്റ്റെറിലൈസിംഗ് ഏരിയ. സ്റ്റെറിലൈസിംഗ് ഏരിയ നാലാമത്തെ. അത് കഴിഞ്ഞ് പാക്ക് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? സ്റ്റെറിലൈസിംഗ് ഏരിയ. പിന്നെ അത് സ്റ്റോർ ചെയ്യുന്ന ഏരിയ. സ്റ്റെറിലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ it can be, the equipments can be transferred into storage area. സ്റ്റോറേജ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, സ്റ്റോറേജ് ഏരിയ. ലാസ്റ്റ് ആണ് സ്റ്റോറേജ് ഏരിയന്ന് ഏതൊക്കെ ആസ് പെർ ദ ഡിമാൻഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആവശ്യം അല്ലെങ്കിൽ ഏതാണ് അതിന്റെ ആവശ്യത്തിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അപ്പൊ എത്ര ഏരിയ ഉണ്ട്? ഫങ്ഷണൽ ഏരിയാസ് എത്ര ഉണ്ട്? ഹൗ മെനി? 6 അല്ലെ? അതിനെ ഫങ്ഷണൽ ഏരിയാസിനെ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ഏതാണ്? റിസീവിംഗ് ഏരിയ, രണ്ടാമത്തെ ക്ലീനിങ് ഏരിയ, മൂന്നാമത്തെ പാക്കിംഗ് ഏരിയ, നാലാമത്തെ സ്റ്റെറിലൈസിംഗ് ഏരിയ, അടുത്താണ് സ്റ്റോറേജ് ഏരിയ, നെക്സ്റ്റ് ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ആ ഏരിയകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? അതിലൊന്നും വേറെ ഡൗട്ട് ഒന്നുമില്ല അല്ലെ? റിസീവ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് നടത്തുന്നു. ഇതെവിടെ ശ്രദ്ധിച്ചോ? നിങ്ങൾ പാക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ടാണ് അവിടെ സ്റ്റെറിലൈസിംഗ് ഏരിയ എന്ന് തന്നേക്കുന്നത്. അതെന്തുകൊണ്ടാ? എന്താണ് അങ്ങനെ ചെയ്തേക്കുന്നത്? ഡ്രൈ ചെയ്തിട്ട് പിന്നെ ഒരു അസംബ്ലിങ് ട്രേയിൽ അസംബിൾ ചെയ്യും, അതിനല്ല പാക്കിംഗ് എന്ന് പറയാം. അതായത് പാക്കിംഗ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റെറിലൈസിംഗ് ഏരിയ വന്നേക്കണേ. അതെന്തുകൊണ്ടാ അങ്ങനെ? പാക്ക് ചെയ്തിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് മാറിപ്പോവാതിരിക്കാനാണ്.
പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് പാക്ക് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഹാൻഡ് കൊണ്ട് തൊടാതിരിക്കാൻ. വെരി ഗുഡ്. എന്താണ് അതിന്റെ കാര്യം? അതായത് നമ്മള് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കൈ കൊണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റെറിലൈസ് ചെയ്യണേല കാര്യമുണ്ടോ? വീണ്ടും അത് കണ്ടാമിനേറ്റഡ് ആവും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. പാക്ക് കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാൻഡ് കൊണ്ടൊന്നും അല്ലെങ്കിൽ വേറെ ഒന്നും അത് വീണ്ടും അത് കണ്ടാമിനേറ്റഡ് ആകാനുള്ള അല്ലെങ്കിൽ വീണ്ടും അതിനകത്തായിട്ട് മൈക്രോ ഓർഗാനിസംസ് കയറി അത് ചീത്തയാവാനുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ആദ്യം സേഫ് ആയിട്ട് പാക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. പിന്നെ എടുത്താലും വേറെ അതിലേക്ക് കണ്ടാമിനേഷൻ ഒന്നും വരില്ല അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പാക്കിംഗ് കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസിംഗ് എന്ന് പറയുന്നത്. പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ, അങ്ങനെ 6 ആയിട്ടാണ് ഫങ്ഷണൽ ഏരിയാസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ലേബലിംഗ് ഉണ്ട്, അത് ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഫ്ലോ ചാർട്ടിൽ അതൊക്കെ പറഞ്ഞല്ലോ. ഇത് അതിന്റെ ഏരിയാസ് ആണ്, ഓരോ ഏരിയകൾ തിരിച്ചേക്കുന്നതാണ്. റിസീവിംഗ് ഏരിയ, ക്ലീനിങ്, പാക്കിംഗ്, സ്റ്റെറിലൈസിംഗ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ 6 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇനി ഓരോന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെയാണ് റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയ, റിസീവിംഗ് ഏരിയയിൽ എന്താ ചെയ്യുന്നേ? റിസീവ് ചെയ്യുന്നു അല്ലെ? പല ഡിപ്പാർട്ട്മെന്റിൽ, ഒരു ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? അത് അവിടെ റിസീവ് ചെയ്യുന്നു. അതാണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഈ terms used from several departments of the hospital are transferred to CSSD for cleaning and sterilization. ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനും വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിലുള്ള ഇതൊക്കെ ഇങ്ങോട്ട് റിസീവിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. Preferably, the items which get stained with the blood or body fluid should be decontaminated with a sodium hypochlorite solution. അവിടെ ഡീകണ്ടാമിനേഷൻ, അതായത് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അണുനശീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻ ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഇറ്റ്സെൽഫ് ബിഫോർ സെൻഡിങ് ടു CSSD. എന്താ പറയുന്നതെന്ന് അറിയോ? അതായത് നമ്മൾ ഈ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ സംഭവങ്ങൾ, ആ എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ ആ യൂസർ ഡിപ്പാർട്ട്മെന്റ്, അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, ആ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചേ, ആ ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും അവര് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യും? ഡീകണ്ടാമിനേറ്റഡ് ആക്കും. എന്തിനു വേണ്ടിയാ? അതിനകത്തുള്ള ആ സീസേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിലൊക്കെയുള്ള ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട്. Get stained with blood or body fluid should be decontaminated. അതായത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ നേരെ ഇപ്പൊ നമ്മളൊരു സിസറൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്ത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ, സിസറിന് മാത്രം, അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാവുന്നു എന്ന് വിചാരിച്ചാ. ഇപ്പൊ ഒരു സർജറി ഒക്കെ നടത്തി ആ ബ്ലഡ് പാടെയല്ല നമ്മളത് CSSDയിലേക്ക് മാറ്റുന്നത്. ആ ഉപയോഗിച്ച ആ ഡിപ്പാർട്ട്മെന്റ്, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. എവിടെയാണോ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച ആ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഉള്ളിൽ തന്നെ അവരൊന്ന് ആ ബ്ലഡും അതിനകത്തുള്ള എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡീകണ്ടാമിനേഷൻ ചെയ്യും. അതായത് വിത്ത് ഏതാണ്? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് അവർ തന്നെ ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഇറ്റ്സെൽഫ്, കണ്ടോ ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത്, അവർ തന്നെ ബിഫോർ സെൻഡിങ് ടു CSSDയിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ അവരെന്ത് ചെയ്യും? സ്വന്തമായിട്ടൊന്ന് അതൊന്ന് ഡീകണ്ടാമിനേറ്റഡ് ആക്കും. അല്ലാതെ ആ ബ്ലഡ് പാടിയൊന്നും അങ്ങനെ CSSDയിലേക്ക് കൊടുക്കില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡീകണ്ടാമിനേഷൻ ചെയ്തതിന് ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇത് CSSDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദ അക്സെപ്റ്റിംഗ് ഏരിയ, ഇനി അക്സെപ്റ്റിംഗ് ഏരിയ എങ്ങനെയാണ്? അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഏരിയയുടെ പ്രത്യേകത നോക്കിയേ. ദ അക്സെപ്റ്റിംഗ് ഏരിയ ഓഫ് CSSD ഷുഡ് ഹാവ് എൻട്രി ടു ഔട്ട്സൈഡ് ത്രൂ എ വിൻഡോ വിത്ത് എ കൗണ്ടർ. എങ്ങനെയാ നോക്കിയേ? വലിയൊരു ഡോറാണോ റിസീവ് ചെയ്യുന്നത്? അല്ല, അവിടെ എങ്ങനെയാണ് നോക്കിയേ? കൗണ്ടർ ഉള്ള ഒരു ചെറിയൊരു വിൻഡോ കൂടിയാണ്, ഒരു ചെറിയ ബോക്സ് പോലെ കൗണ്ടർ ഉള്ള ഒരു ചെറിയ വിൻഡോ കൂടിയാണ് ഇത് റിസീവ് ചെയ്യുന്നത്. അല്ലാതെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസോ ഇതൊന്നും അല്ല, ഡോറോ ഒന്നും അല്ല, ഒരു ചെറിയ വിൻഡോ, കൗണ്ടർ ഉള്ള ഒരു വിൻഡോ. ആ വിൻഡോ മാത്രം, ആ വിൻഡോയുടെ ഇത് മാത്രം ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് റിസീവ് ചെയ്യുന്നത്. ഓക്കെ,
നോക്കിയേ, the accepting area of CSST should have entry to outside through a window with a counter. അതായത് കൗണ്ടർ ഉള്ള ഒരു ചെറിയ വിൻഡോ വഴിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് മേടിക്കുന്നത്. അതാണ് പറഞ്ഞേക്കണേ, അക്സെപ്റ്റിംഗ് ഏരിയ ഓഫ് CS ഷുഡ് ഹാവ് എ എൻട്രി ടു ഔട്ട്സൈഡ്. പുറത്തേക്കൊരു എൻട്രി ഉണ്ടായിരിക്കും, ഔട്ട്സൈഡിലേക്ക് ഇത് മേടിക്കാൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അക്സെപ്റ്റിംഗ് ഏരിയയിൽ ഒരു പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ടായിരിക്കും. അതിന്റെ പ്രത്യേകത എ വിൻഡോ വിത്ത് എ കൗണ്ടർ, ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ വഴിയാണ് ഇത് മേടിക്കുന്നത്. ദ ഐറ്റം ഷുഡ് ഹാവ് കണ്ടെയ്ൻഡ് ആൻഡ് റിസീവ്ഡ്. അത് എന്ത് ചെയ്യുന്നു, ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. And subsequently the instruments are examined and unsharpened instruments are stored out or disposed of. നോക്കിയേ, എന്നിട്ട് അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാടെ നമ്മള് ഇത് അടുത്ത ഇതിലേക്ക് പോകില്ല. അവര് ആ റിസീവ് ചെയ്യുന്നവർ എന്ത് ചെയ്യും, അതൊന്ന് ചെക്ക് ചെയ്യും. Subsequently the instruments are examined. ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് എക്സാമിൻ ചെയ്യും, അതൊന്ന് നിരീക്ഷിക്കും. ആൻഡ് unsharpened instruments are stored out or disposed of. നോക്കിയേ, അപ്പൊ എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടത്തുമ്പോൾ അവിടെ അതിന്റെ അൺഷാർപ്പൻഡ്, അത് വളഞ്ഞ് ബ്ലെൻഡ് ആയി പോയതൊക്കെ ഉണ്ടാവില്ലേ ചിലപ്പോ, എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ശക്തിയായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വളഞ്ഞോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് എന്തെങ്കിലും ഒടിഞ്ഞോ അങ്ങനെ ഇത് ബ്ലൻഡ് ആയിട്ടുള്ളതോ അങ്ങനെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ളതോ അത് നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, അത് ഇനി വീണ്ടും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ഡിസ്പോസ്ഡ് ഓഫ്, അത് കളയും. അത് വീണ്ടും ഇപ്പൊ വളഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് വീണ്ടും കൊണ്ടുവന്ന് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അത് റിസീവ് ചെയ്ത ഉടനെ തന്നെ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് എക്സാമിൻ ചെയ്യും. ആൻഡ് അൺഷാർപ്പൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ സ്റ്റോർഡ് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്. നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റാത്ത ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവരെന്ത് ചെയ്ത് കളയും, അവര് ഡിസ്പോസ് ചെയ്യും. അത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അത് അവർ കളയും. നെസസറി എൻട്രീസ് ഓഫ് അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ റെക്കോർഡ്സ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ, എന്നിട്ട് ആ നമ്മൾ നോക്കി അത് എക്സാമിൻ ചെയ്തു, നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എടുത്തു, എന്നിട്ട് അവര് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെ റെക്കോർഡിക്കലി ആക്കും. അത് ഇത്ര ഇൻസ്ട്രുമെന്റ്സ് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് ഇത്ര ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഇന്ന ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത് അത് ഒന്ന് റെക്കോർഡിക്കലി റെക്കോർഡാക്കി വെക്കും. ഓക്കെ, നെസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ റെക്കോർഡ്സ്. അത് റെക്കോർഡിക്കലി അത് അവര് ഇത്ര ഇതുണ്ട് ഇത്ര എണ്ണം ഉണ്ടെന്നുള്ളതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കും. ആഫ്റ്റർവേർഡ്സ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫർഡ് ടു ക്ലീനിങ് ഏരിയ. അതിനുശേഷമാണ് അവര് എങ്ങോട്ട് മാറ്റുന്നത്, നെക്സ്റ്റ് ഏരിയയിലേക്ക്, ട്രാൻസ്ഫർ ടു ക്ലീനിങ് ഏരിയയിലേക്ക് മാറ്റുന്നത്. മനസ്സിലായില്ലേ റിസീവിങ് ഏരിയയുടെ ഇത് എന്താ അവർ ചെയ്യുന്നതെന്നാണ്. നമ്മളൊരു ചെറിയൊരു ഔട്ട്സൈഡിലേക്ക് ഒരു ചെറിയ എന്താണ് വിൻഡോ ഉള്ള അല്ലെ, കൗണ്ടർ വിത്ത് എ വിൻഡോ ഉള്ള ഒരു ഇതിൽ കൂടെ നമ്മൾ ഇത് റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, അത് അതിന്റെ ഫലമായിട്ട് അൺഷാർപ്പൻഡ് അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ എടുത്ത് കളയും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യും. ഇത്ര ഇൻസ്ട്രുമെന്റ്സ് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളത് റെക്കോർഡ് ചെയ്യും. ആഫ്റ്റർവേർഡ്സ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫർഡ് ടു ക്ലീനിങ് ഏരിയ. അതിനുശേഷമാണ് എന്താണ് ക്ലീനിങ് ഏരിയയിലേക്ക് മാറ്റുന്നത്. നിങ്ങൾ നോക്കിയേ, നമ്മൾ വിചാരിക്കുമ്പോൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രോസസ്സാണ്, പക്ഷെ അതിന്റെ പിന്നിൽ എത്ര സ്റ്റെപ്സും എത്ര ഏരിയ കൂടെ കവർ ചെയ്തിട്ടാണെന്ന് അറിയോ ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. ഇതെല്ലാം റെക്കോർഡിക്കലി നമുക്ക് റെക്കോർഡ് വേണം. ഇത്ര സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴും ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ എല്ലാം എന്താണ് വളരെ സേഫ് ആയിട്ടും റെക്കോർഡിക്കലി നമ്മൾ അത് ചെയ്യണം. ഓക്കെ, afterwards the items are transferred to cleaning area. അതിനുശേഷം അത് എങ്ങോട്ട് മാറ്റുന്നു, ക്ലീനിങ് ഏരിയയിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി നോക്കിയേ ക്ലീനിങ് ഏരിയയിൽ എന്താ നോക്കിയേ, here the instruments are cleaned either manually or by using machine. ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ് ചെയ്യുമ്പോൾ either manually എന്ന് വെച്ചാൽ എങ്ങനെയാ, മാനുവലി കൈകൊണ്ട് അല്ലെ, സ്വമേധയാ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അതായത് കൈ കൊണ്ട് തന്നെ, ഓർ ബൈ യൂസിങ് മെഷീൻ, അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാ, മെഷീൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഫോർ മാനുവൽ വാഷിംഗ് വിത്ത് എ വാട്ടർ സപ്ലൈ ഡിറ്റർജന്റ് ആൻഡ് ബ്രഷസ് ഓഫ് മെനി സൈസ് ആൻഡ് ഷേപ്സ് ആർ നീഡഡ് ഇൻ ഏരിയ. നോക്കിയേ, ഇനി മാനുവൽ വാഷിംഗിൽ എങ്ങനെയൊക്കെയാണ്, വാട്ടർ സപ്ലൈ അല്ലെ,
ഡിറ്റർജന്റുകൾ, ബ്രഷസ് ഓഫ് മെനി സൈസ്. അതായത് ചില ഇൻസ്ട്രുമെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഹോൾസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതെങ്ങനെയാണ്, അതൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ ബ്രഷും കൊണ്ട് തന്നെ കൈ കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊന്നും പോകുന്ന ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് വളരെ എന്താണ്, ഈ ബ്രഷസ് ഒക്കെ ഉപയോഗിച്ച് ഡിറ്റർജന്റ് വെള്ളമൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യും. അത് ബ്രഷസ് നോക്കിയ ബ്രഷസ് ഓഫ് മെനി സൈസ് ആൻഡ് ഷേപ്പ്, പല ഷേപ്പിലും സൈസിലും ഉള്ള ബ്രഷസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു, മാനുവലി വാഷിംഗ് നടത്തുന്നു. The manual washing with a water supply, detergent and brushes of many size and shapes are needed in area. ഈ ഏരിയയിൽ ഇതൊക്കെ ആവശ്യമാണ്. Ultrasonic washer is a machine which is used for cleaning surgical tool. Okay, surgical tool ഇത് എന്താണ്, വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ഏതാ? അൾട്രാസോണിക് വാഷർ. ഓക്കെ, അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ. എന്തിനു യൂസ് ചെയ്യുന്നതാണ് അൾട്രാസോണിക് വാഷർ? യൂസ്ഡ് ഫോർ അൾട്രാസോണിക് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾസ്. ക്ലീൻ ചെയ്യാനായിട്ട്, സർജിക്കൽ ടൂള് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മൾ മാനുവലിയോ അല്ലെങ്കിൽ അൾട്രാസോണിക് വാഷർ എന്ന് പറഞ്ഞ മെഷീന്റെ ഹെൽപ്പോട് കൂടിയോ എന്ത് ചെയ്യുന്നു, സർജിക്കൽ ടൂൾസ് ഒക്കെ അവിടെ ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ടേൺസ് ഹൈ ഫ്രീക്വൻലി. ഇനി അത് നോക്കിയേ, എങ്ങനെയാണ് അൾട്രാസോണിക് വാഷർ മെഷീനിൽ ക്ലീൻ ചെയ്യണേന്ന് നോക്കിയേ. ഇറ്റ് ടേൺസ് ഹൈ ഫ്രീക്വൻലി സൗണ്ട് വേവ്സ് ഇൻ ടു മെക്കാനിക്കൽ വൈബ്രേഷൻ. നോക്കിയേ, അതെങ്ങനെയാ വരുന്നേ? ഹൈ ഫ്രീക്വൻലിയിലുള്ള സൗണ്ട് വേവ്സ് എന്തായി മാറുന്നു? അവിടെ മെക്കാനിക്കൽ വൈബ്രേഷൻ, അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് മേക്ക്, ആ വൈബ്രേഷൻ സംഭവിക്കുമ്പോൾ എന്താ, സ്മോൾ ബബിൾസ് ദാറ്റ് ബേഴ്സ്റ്റ് ഓൺ ദർ ഇന്റേണൽ സർഫസ്. ഇങ്ങനെ വൈബ്രേഷൻ, ഇങ്ങനെ ഓരോ വൈബ്രേഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? ചെറിയ സ്മോൾ ബബിൾസ് ഉണ്ടാകും. ഓക്കെ, മേക്ക് എ സ്മോൾ ബബിൾസ് ദാറ്റ് ബേഴ്സ്റ്റ് ഓൺ ദ ഇന്റേണൽ സർഫസ് ഓഫ് ദ ടൂൾസ് ആൻഡ് റിമൂവ് ദ വേസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പൊ ആ ബബിൾസ് ഒക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, നമുക്കറിയാലോ ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ബബിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് വരുമ്പോഴാണ് അങ്ങനെ ആ ബബിൾസ് ഒക്കെ ഉണ്ടാവുമ്പോ ആ ബബിൾസ് എന്നിട്ട് എവിടെ വെക്കുന്നു? ആ ടൂൾസിലൊക്കെ, ഇന്റേണൽ സർഫസ് ഓഫ് ദ ടൂൾസ്, ആ ടൂൾസിന്റെ ഇന്റേണൽ സർഫസിലേക്കൊക്കെ ചെയ്ത് ബബിൾ വന്ന് ഇടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ വേസ്റ്റ് പാർട്ടിക്കിളൊക്കെ റിമൂവ് ചെയ്യുന്നു. ഇത് നമുക്ക് ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അൾട്രാസോണിക് വാഷർ എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ കാണാം എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ ഇറ്റ് ടേൺസ് ഹൈ ഫ്രീക്വൻലി സൗണ്ട് വേവ്സ്, ആ ഹൈ ഫ്രീക്വൻറ്റിലുള്ള സൗണ്ട് വേവിനെ എന്താക്കി മാറ്റുന്നു? മെക്കാനിക്കൽ വൈബ്രേഷൻ ചെയ്തിട്ട് ആ വൈബ്രേഷന്റെ ഫലമായിട്ട് അവിടെ ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാവുന്നു. ആ ബബിൾസ് എങ്ങോട്ട് പോകുന്നു? ഇന്റേണൽ സർഫസ് ഓഫ് ദ ടൂൾസ് ആൻഡ് റിമൂവ് ദ വേസ്റ്റ് പാർട്ടിക്കിൾ. ആ ടൂൾസിന്റെ ഇന്റേണൽ സർഫസിലേക്ക് പോയിട്ട് എന്ത് പറ്റുന്നു? ആ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ദേ ആർ ഡ്രെയിൻഡ്. എന്നിട്ട് ആ ടൂൾസ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് എന്താ ചെയ്യുന്നേ? ആൻഡ് ദേ ആർ ഡ്രെയിൻഡ്. ടൂൾസ് ആർ വാഷ്ഡ്, എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ അത് വീണ്ടും ഒന്ന് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻഡ് ഇൻ ഓവൻ ഡ്രയർ ആൻഡ് ട്രാൻസ്ഫർ ടു പാക്കിംഗ് ഏരിയ. എന്നിട്ട് അത് ഡ്രൈ ചെയ്തിട്ട് എന്ത് പറ്റുന്നു? അത് പാക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദേ ആർ ഡ്രൈഡ് ഇൻ ഓവൻ ഡ്രയർ ആൻഡ് ട്രാൻസ്ഫർ ടു പാക്കിംഗ് ഏരിയ. ഓക്കെ, അപ്പൊ ക്ലീനിങ് ഏരിയയിൽ എന്താ സംഭവിക്കണേ എന്നുള്ളത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? റിസീവിംഗ് ഏരിയയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ആ ടൂൾസുകളൊക്കെ ഒന്നില്ലെങ്കിൽ മാനുവലി അല്ലെങ്കിൽ അൾട്രാസോണിക് വാഷറിന്റെ ഹെൽപ്പോട് കൂടി അതിലെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് അത് ടൂൾസ് ഒക്കെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് ട്രാൻസ്ഫർ ടു പാക്കിംഗ് ഏരിയ. ആ പാക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, എന്താണ് എല്ലാവർക്കും വിശന്നു തുടങ്ങി? അവിടെ ഒരു ഇതിനൊരു റിപ്ലൈ വന്നില്ലല്ലോ, വിശപ്പായോ? ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കിയേ. ഇനിയാണ് അവിടെ പാക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ റിസീവിംഗ് ഏരിയ കഴിഞ്ഞു, നെക്സ്റ്റ് രണ്ടാമത്തെ ഏതായിരുന്നു? ക്ലീനിങ് ഏരിയ കഴിഞ്ഞു, മൂന്നാമത്തെ പാക്കിംഗ് ഏരിയ. Cleaned and dried instruments are packed before sterilization. നമ്മൾ പറഞ്ഞല്ലോ ഈ ക്ലീൻ ആയിട്ടുള്ളതും നല്ല ഡ്രൈ ആയിരിക്കണം. അത് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ പാക്ക് ചെയ്യുന്നു. സോ ദാറ്റ്, എന്തുകൊണ്ടാണ്? ദേ ആർ നോട്ട്, ഇവിടെയും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ദാറ്റ് ദേ ആർ നോട്ട് കണ്ടാമിനേറ്റഡ്.
അതാണ് നോട്ട് കണ്ടാമിനേറ്റഡ് ആണ് കേട്ടോ. CONTAMINATED നോട്ട് കണ്ടാമിനേറ്റഡ്. സോ ദാറ്റ് ദേ ആർ നോട്ട് കണ്ടാമിനേറ്റഡ്. ഓക്കെ, എന്താണ് ടൈൻറ്റഡ് എന്നുള്ള വേർഡും ശരി തന്നെയാണ്. കണ്ടാമിനേറ്റഡ് അതായത് നമ്മൾ കണ്ടാമിനേറ്റഡ്, അത് കണ്ടാമിനേറ്റഡ് ആവാതെ, ഓക്കെ, മലിനമാകാതെ എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം മുതൽ കണ്ടാമിനേറ്റഡ് എന്ന് പറഞ്ഞായിരുന്നാണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞത്. ദേ ആർ നോട്ട് കണ്ടാമിനേറ്റഡ് വൈൽ ഹാൻഡ്ലിംഗ് ആഫ്റ്റർ ദേ ആർ സ്റ്റെറിലൈസ്ഡ്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? സോ ദാറ്റ് അതെന്താണ് കണ്ടാമിനേഷൻ, വീണ്ടും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സിലൊക്കെ വീണ്ടും നമ്മൾ പിടിച്ചിട്ട് അത് വീണ്ടും കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? Cleaned and dried instruments are packed before sterilization so that they are not contaminated while handling after they are sterilized. അതായത് സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം അത് വീണ്ടും കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്യുന്നു. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ പാക്ഡ് ഇൻ, അവിടെയും എന്താണ്? മോസ്റ്റ് ഓഫ് ദ items are packed in trays which are covered with a double layer of cotton cloths. നോക്കിയേ, ഇത് മിക്ക ഐറ്റംസും നമ്മൾ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ട്രേസ് വിത്ത് എ which are covered with a double layer of cotton cloths. ഡബിൾ ലെയർ കോട്ടൺ ക്ലോത്ത്സ് വെച്ചിട്ട്, ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ്, പേപ്പർ എൻവലപ്പ് അല്ലെങ്കിൽ പേപ്പർ എൻവലപ്പ്. എൻവലപ്പ് എന്ന് വെച്ചാൽ എന്താ മീൻ? എൻവലപ്പ്, പേപ്പർ എൻവലപ്പ് എന്ന് വെച്ചാൽ പേപ്പർ കവർ. ഓക്കെ, പേപ്പർ കവറോ അല്ലെങ്കിൽ ഡബിൾ ഇതായിട്ടുള്ളത് അല്ലെ, ഡബിൾ ലെയർ അല്ലെങ്കിൽ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സോ അല്ലെങ്കിൽ പേപ്പർ എൻവലപ്പോ വെച്ചിട്ടൊക്കെ അത് കവർ ചെയ്യുന്നു. ആർ ഓൾസോ അവൈലബിൾ. അതായത് എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി. ഇത് എങ്ങനെയാണോ നമ്മൾ അധികം ഇതില്ലാത്ത രീതിയിൽ നമ്മളത് എന്താണോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണോ എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അത് കവർ ചെയ്യുന്നു. ഐദർ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ഓർ പേപ്പർ എൻവലപ്പ്, എന്തായാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് കവർ ചെയ്യുന്നു. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. പ്ലാസ്റ്റിക് ബാഗുകളാണ് ETO സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്നത്. എന്താണ് ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്? ETO സ്റ്റെറിലൈസേഷൻ കേട്ടിട്ടുണ്ടോ? എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ എന്നാണ് പറയുന്നത്. ETO, എഥിലീൻ, ETHYLENE, എഥിലീൻ ഓക്സൈഡ്, എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ, എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. പ്ലാസ്റ്റിക് ബാഗുകളാണ് യൂസ് ചെയ്യുന്നത്. അതവിടെ ETO സ്റ്റെറിലൈസേഷൻ നമുക്ക് ഇതിന്റെ താഴെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അവിടെ പറയാം. ETO സ്റ്റെറിലൈസേഷൻ. ദ പാക്സ് ആർ ലേബിൾഡ് വിത്ത് ഇൻഡിക്കേറ്റ് ദ ഡേറ്റ് ഓഫ്. ഇനി നമ്മൾ നോക്കിയേ, ദ പാക്സ് ആർ ലേബിൾഡ്, അതിനകത്ത് തന്നെ പാക്കിംഗ് ഏരിയയിലും ലേബലിംഗും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ദ പാക്സ് ആർ ലേബിൾഡ് വിത്ത് ഇൻഡിക്കേറ്റ് ദ ഡേറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എക്സ്പയറി ഡേറ്റ്. അപ്പൊ ലേബലിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നേ? ലേബൽ ചെയ്യുമ്പോ എന്തൊക്കെയാ അതിനകത്ത് വന്നേക്കുന്നേ? ഡേറ്റ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എക്സ്പയറി ഡേറ്റ് രണ്ടും വെച്ചിട്ടുണ്ടല്ലേ. എന്നാണ് ഇത് സ്റ്റെറിലൈസ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര നാളെ എക്സ്പയറി ഡേറ്റ് എത്ര വരേക്കും ഇത് സ്യൂട്ടബിൾ ആണെന്നുള്ളതും അത് രണ്ടും ആ ലേബലിംഗിൽ അവർ ചെയ്യും. ദ പാക്സ് ആർ ലേബിൾഡ് വിത്ത് ഇൻഡിക്കേറ്റ് ദ ഡേറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എക്സ്പയറി ഡേറ്റ്. After packing and sealing, the instruments are transfer for എങ്ങോട്ടൊക്കെയാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? എങ്ങോട്ടാ? ഫോർ സ്റ്റെറിലൈസേഷൻ. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, എന്നിട്ട് പാക്ക് ചെയ്തു, അത് സീൽ ചെയ്തു, ദ ഇൻസ്ട്രുമെന്റ്സ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ഫോർ സ്റ്റെറിലൈസേഷൻ. അടുത്തതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞതിലേക്ക്, സ്റ്റെറിലൈസേഷനിലേക്ക് ആ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, 3 നമ്മൾ പറഞ്ഞു. ആദ്യം റിസീവിംഗ്, രണ്ടാമത്തെ ക്ലീനിങ് ഏരിയ, മൂന്നാമത്തെ പാക്കിംഗ് ഏരിയ, നാലാമത്തെയാണ് സ്റ്റെറിലൈസേഷൻ ഏരിയ. ഇത് 3
ഇത് ഞാൻ ജസ്റ്റ് സ്റ്റെറിലൈസേഷൻ എന്താണെന്നും അതിന്റെ മെറിറ്റ്സും ജസ്റ്റ് ഞാൻ പറയാം. എന്നിട്ട് ഇവിടെ ഇല്ലാത്തത്, അതായത് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ശരിക്കും രണ്ടെണ്ണാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 2 മെത്തേഡ്സ് ഇൻ CSST എന്ന് പറയുന്നുണ്ട്. 2 മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഞാൻ അത് പറഞ്ഞു തരാം. അതിനകത്ത് വരുന്ന 2 മെത്തേഡ് ആണ് ഈ ഓട്ടോക്ലേവും അതുപോലെ തന്നെ ഫ്ലാഷ് സ്റ്റെറിലൈസിനും അത് സ്റ്റീമും കൊണ്ട് ചെയ്യുന്നതാണ്. എഥിലീൻ ഓക്സൈഡ് എന്ന് പറഞ്ഞത് അത് ഏതാണ്, വേറെ ഇതിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് ഞാൻ ബ്രീഫായിട്ട് ജസ്റ്റ് ആ 2 മെത്തേഡ്, ഫിസിക്കൽ മെത്തേഡും കെമിക്കൽ മെത്തേഡും ഇതിനകത്ത് വരുന്നില്ല, അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഈ 3 കാര്യങ്ങളും. അപ്പൊ എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞത്? റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം അല്ലെ? മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോ, സ്റ്റെറിലൈസേഷൻ. Sterilization method that used in medical field. Simple ആയിട്ട് ഞാൻ പറയുന്നതാണ്. Sterilization method that used in medical field for എന്തിനു വേണ്ടിയിട്ടാണ്? For removal of, remove, REMOVE, remove all microorganisms. Remove all microorganisms is called sterilization. Remove all microorganisms is called sterilization. Okay, sterilization. പറഞ്ഞേമ്മ. എന്നിട്ട് പറയണോ? ഒന്നുകൂടെ പറഞ്ഞു. Okay, sterilization method that used in medical field. മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. സിമ്പിൾ ആയിട്ട്, ഇതിപ്പോ ഡെഫിനിഷൻ ആയിട്ടല്ല, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റിമൂവൽ ഓർ റിമൂവ്, REMOVE, ഫോർ റിമൂവ് ഓൾ മൈക്രോ ഓർഗാനിസംസ്. റിമൂവ് ഓൾ മൈക്രോ ഓർഗാനിസംസ്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവ് ഓൾ മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിനെ റിമൂവ് ചെയ്യുക എന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ സ്പോർസ് ഉൾപ്പെടെയുള്ള, സ്പോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ ബീജകോശങ്ങൾ, അങ്ങനെയുള്ള ആ സ്പോർസ് ഉൾപ്പെടെയുള്ള എല്ലാ സെൽസിനെയും അതുപോലെ തന്നെ മൈക്രോബ്സിനെയും നശിപ്പിക്കാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോബ്സിനെയും അതുപോലെ തന്നെ സ്പോർട്സിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ നീഡ് എന്താണ്? നീഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ആവശ്യത എന്തിനാ ചെയ്യുന്നത്? ടു കിൽ ഓർ റിമൂവ് ദ അൺവാണ്ടഡ് മൈക്രോ ഓർഗാനിസംസ്. ടു കിൽ ഓർ റിമൂവ് ദ അൺവാണ്ടഡ്, നമുക്ക് ആവശ്യമില്ലാത്ത മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത്. ടു കിൽ ഓർ റിമൂവ്, REMOVE, ദ അൺവാണ്ടഡ് മൈക്രോ ഓർഗാനിസംസ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? മൈക്രോബയോളജിക്കൽ ടെക്നിക്സിന് എല്ലാം ആവശ്യമായിട്ടുള്ള മൈക്രോബ്സിനെ മാത്രം, മൈക്രോ ഓർഗാനിസിനെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഓർത്താൽ മതി. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, നമുക്ക് ആവശ്യമില്ലാത്ത മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ അല്ലെങ്കിൽ ഇതിനെ എന്താണ് റിമൂവ് ചെയ്യുന്നതിനാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. റിമൂവ് ഓൾ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നശിപ്പിക്കുന്നതിനാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അണുവിമുക്തമാക്കുക, മലയാളത്തിൽ അതാണ് പറയുന്നത്. സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത് അണുവിമുക്തമാക്കുക എന്നാണ് അറിയുന്നത്. ഇനി ഇവിടെ ഞാൻ അതാ പറഞ്ഞത്, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നിട്ടില്ല എങ്കിലും ഞാൻ പറയാം. നിങ്ങൾ ഒരു ഹെഡിങ് കൊടുക്കുക, സ്റ്റെറിലൈസേഷൻ. അതിനകത്ത് ഇവിടെ തന്നിട്ടുണ്ട്, സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ ഐദർ ഓഫ് 2 മെത്തേഡ്സ് ഇൻ CSST. CSSTയിൽ 2 മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്റ്റെറിലൈസേഷൻ ഹെഡിങ് കൊടുക്കുക. അതിന് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അത് 2 മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിസിക്കൽ മെത്തേഡും രണ്ടാമത്തെ കെമിക്കൽ മെത്തേഡും ആണ്. അത് എഴുതുക, ഒരു സൈഡിൽ എഴുതുക ഫിസിക്കൽ മെത്തേഡ്, ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ എഴുതുക കെമിക്കൽ മെത്തേഡ്. ഓക്കെ, ഫിസിക്കൽ മെത്തേഡും കെമിക്കൽ മെത്തേഡും. അതില് ഈ പറയുന്ന ഏതൊക്കെയാണ്? ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ ഒക്കെ ഏതിനകത്താണ്? അത് ഫിസിക്കൽ മെത്തേഡിൽ വരുന്നതാണ്, ഫിസിക്കൽ മെത്തേഡിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഫിസിക്കൽ മെത്തേഡ്
ഇനി ഈ ETO എന്ന് പറഞ്ഞാൽ എഥിലീൻ ഓക്സൈഡ് മിഷൻ എന്ന് പറഞ്ഞാൽ അത് കെമിക്കൽ സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ ഐദർ ഓഫ് 2 മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ഫിസിക്കൽ മെത്തേഡും രണ്ടാമത്തെ കെമിക്കൽ മെത്തേഡും. ഈ ഫിസിക്കൽ മെത്തേഡിനെ തന്നെ നമ്മൾ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊരു ഇത് ചാർട്ട് പോലെ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചാൽ മതി. ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പഠിക്കാനില്ല. അത് ഏതിനകത്ത് വരുന്നതാണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഈ ഫിസിക്കൽ മെത്തേഡിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അത് ഒന്ന് ഹീറ്റ് വഴി സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെ ഒന്ന് എഴുതാം, ഹീറ്റ് എന്ന് എഴുതാം. ഹീറ്റ്, HEAT. ഫിസിക്കൽ മെത്തേഡിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതൊന്ന് ബൈ ഹീറ്റ് വഴിയുണ്ട്, HEAT, ഹീറ്റ്. രണ്ടാമത്തെയാണ് റേഡിയേഷൻ. റേഡിയേഷൻ ചെയ്യാം, RADIATION, റേഡിയേഷൻ. രണ്ടാമത്തെ റേഡിയേഷൻ. മൂന്നാമത്തെ മെത്തേഡാണ് ഫിൽട്രേഷൻ, FILTRATION, ഫിൽട്രേഷൻ, FILTRATION. For sterilization, how many types? How many methods? 2 methods. Which are they? Physical method, chemical method. Physical method is again divided into 3. 3ആയിട്ട് നമുക്ക് പറയാം. ഫിസിക്കൽ മെത്തേഡിൽ ബൈ ഹീറ്റ് വഴിയുണ്ട്, റേഡിയേഷൻ വഴിയുണ്ട്, ഫിൽട്രേഷൻ വഴിയുണ്ട്. ഓക്കെ, ഇനി നോക്കാം. ഈ ഹീറ്റ് വഴിയിൽ 2 എണ്ണം വീണ്ടും ഉണ്ട്. ചെറുതായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഹീറ്റ് വഴി ചെയ്യുന്നതിൽ വീണ്ടും 2ആയിട്ടുണ്ട്. ഡ്രൈ ഹീറ്റും ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റും ഉണ്ട്. ഡ്രൈ, DRY, ഡ്രൈ ഹീറ്റും ഉണ്ട്. രണ്ടാമത്തെ മോയിസ്റ്റ് ഹീറ്റും ഉണ്ട്, MOIST, മോയിസ്റ്റ് ഹീറ്റ് വഴിയുണ്ട്. MOIST, മോയിസ്റ്റ് ഹീറ്റ്. ഓക്കെ, അപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞു. ആ ഹീറ്റ് വഴി എങ്ങനെയാണ്? 2 രീതിയിലുണ്ട്. ഡ്രൈ ഹീറ്റും ഉണ്ട്, രണ്ടാമത്തെ മോയിസ്റ്റ് ഹീറ്റും ഉണ്ട്, MOIST. ഈ ഡ്രൈ ഹീറ്റിൽ വരുന്നതാണ്, ഡ്രൈ ഹീറ്റിന്റെ താഴെ 4 ഇതാണ് വരുന്നത്. റെഡ് ഹീറ്റും ഉണ്ട്. അതെന്താന്ന് ഡീറ്റെയിൽ ഇല്ല. ഇതിനകത്ത് വരുന്നത് ഏതാന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണമെന്നുള്ളൂ കേട്ടോ. ഡ്രൈ ഹീറ്റിന്റെ താഴെ വരുന്നതാണ് റെഡ് ഹീറ്റ്, RED, റെഡ് ഹീറ്റ്. റെഡ് ഹീറ്റ് സാധാരണ ഹീറ്റ്. രണ്ടാമത്തെയാണ് അതിന്റെ താഴെ വരുന്നതാണ് ഫ്ലെയിമിങ്, FLAMING, ഫ്ലെയിമിങ്. ഫ്ലെയിമിങ് അതായത് തന്നെ ഫ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ കത്തിച്ചു കഴിയുമ്പോൾ ആ കണ്ടാമിനേറ്റഡുള്ള കണ്ടാമിനൻസ് ഒക്കെ എന്തായി പോവും? ആഷായി പോവും, ചാരായി പോവും. അതാണ് ഫ്ലെയിമിംഗ് എന്ന് പറയുന്നത്. ഫ്ലെയിമിങ്. പിന്നെ മൂന്നാമത്തെയാണ് ഇൻസിനറേഷൻ, INCINERATION, ഇൻസിനറേഷൻ. അത് ഇതുപോലെ ഹോസ്പിറ്റലിലൊക്കെ വേസ്റ്റുകളൊക്കെ ഇൻസിനറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കത്തിച്ചളയുക, ബേൺ ചെയ്ത് ആഷായി തന്നെ പോണതാണ് ഇൻസിനറേഷൻ, INCINERATION, ഇൻസിനറേഷൻ. പിന്നെ അടുത്തത് ലാസ്റ്റ് വരുന്നതാണ് ഹോട്ട് എയർ ഓവൻ, HOT, ഹോട്ട് എയർ ഓവൻ, ഹോട്ട് എയർ ഓവൻ, ഹോട്ട് എയർ ഓവൻ. അതിനകത്ത് ഇത് മൂന്നും നമ്മൾ അത്ര ഇല്ല. റെഡ് ഹീറ്റും ഫ്ലെയിമിങ് ഇൻസ്റ്റലേഷനും അത്ര ഇതില്ല. ഹോട്ട് എയർ ഓവൻ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ഇലക്ട്രിസിറ്റി വഴി ഹീറ്റ് ഉണ്ടാവുന്നു, ഹീറ്റ് ബൈ ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി വഴി ഉണ്ടാവുന്നു. അത് എങ്ങനെയാന്നുള്ള ഒന്നും ഇതിനകത്ത് അങ്ങനെ ഇല്ല. അതായത് നമ്മള് ഇതിനുള്ളിലുള്ള എയർ ഹീറ്റ് ചെയ്യപ്പെടുന്നു. 160 ഡിഗ്രി സെൽഷ്യസിൽ എയർ ഹീറ്റ് ചെയ്യപ്പെടുന്നു. 1 മണിക്കൂർ കൊണ്ട് അത് 160 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എയർ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ടെസ്റ്റ് ട്യൂബുകള്, ഫ്ലാസ്കുകള്, പിപ്പറ്റ്, അതുപോലെ തന്നെ ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടാണ് ഈ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യണത്. ഓക്കെ, അതൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഇത് പറഞ്ഞോളൂ. ഡ്രൈ ഹീറ്റില് 4, റെഡ് ഹീറ്റ്, ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ. ഇനി അടുത്ത് നോക്കിയേ, മോയിസ്റ്റ് ഹീറ്റ്. രണ്ടാമത്തെയാണ് മോയിസ്റ്റ് ഹീറ്റ്. മോയിസ്റ്റ് ഹീറ്റിനകത്താണ് ടെമ്പറേച്ചർ, അതിന് 3ആയിട്ട് തിരിക്കാം. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ളത്. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്.
ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ വാട്ടർ ഒക്കെ ബോയിൽ ആവില്ലേ 100 ഡിഗ്രി സെൽഷ്യസിൽ, അത് ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. മൂന്നാമത്തെയാണ് ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എബോവ്, ABOVE, എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. അതിലാണ് ഈ ഓട്ടോക്ലേവ് വരുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഈ മോയിസ്റ്റ് ഹീറ്റിൽ വരുന്നതാണ് മൂന്നെണ്ണം. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. ആ 100 ഡിഗ്രി സെൽഷ്യസിൽ എബോവിൽ വരുന്നതാണ് ഓട്ടോക്ലേവ് എന്ന് വരുന്നത്. അതാണ് വളരെ വെരി എഫക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷനിലെ ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് ആണ് ഓട്ടോക്ലേവ്. അതിലെങ്ങനെയാണ് പ്രിൻസിപ്പിൾ എന്താണ്? ടെമ്പറേച്ചർ എത്ര ഡിഗ്രിക്ക്? 100 ഡിഗ്രി സെൽഷ്യസിൽ എബോവിലാക്കുന്നു. അതാണ് ഓട്ടോക്ലേവ്. ഓക്കെ, ഇനി അത് ഓട്ടോക്ലേവ് പറയുമ്പോൾ ഞാൻ അതിന്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓട്ടോക്ലേവ്. ഇനി അടുത്ത റേഡിയേഷൻ. ഈ സ്ട്രക്ചർ നമുക്കൊന്ന് എഴുതി വെക്കാം. റേഡിയേഷൻ. റേഡിയേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. നോൺ അയണൈസിങ്ങും അയണായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത്, അതാണ് നോൺ അയണൈസിങ്. IONIZING. നോൺ അയണൈസിങ്. നോൺ അയണൈസിങ് ഉണ്ട്, അയണൈസിങ് മെത്തേഡ് ഉണ്ട്. IONIZING, അയണൈസിങ് ഉണ്ട്. കൺവേർട്ട് ഇൻ ടു അയണായി കൺവേർട്ട് ചെയ്യുന്ന അയണൈസിങ്. അതില് ഈ നോൺ അയണൈസിംഗിൽ വരുന്നതാണ് ഇൻഫ്രാറെഡും UV റേസും അൾട്രാവയലറ്റും. ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും ഏതിലാണ്? നോൺ അയണൈസിംഗിൽ വരുന്നതാണ്. അയണൈസിലാണ് എക്സ്റേസും ഗാമ റേസും വരുന്നത്. എക്സ്റേസും ഗാമ റേസും. ഓക്കെ, അപ്പൊ റേഡിയേഷനെ നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു. നോൺ അയണൈസിംഗ് ഉണ്ട്, അയണൈസിംഗ് ഉണ്ട്. നോൺ അയണൈസിംഗിലേക്ക് വരുന്നതാണ് ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും. അയണൈസിംഗിലാണ് എക്സ്റേസും ഗാമ റേസും വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മൂന്നാമത്തെ പറഞ്ഞതാണ് ഏത്? ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു. ഫിൽട്രേഷന് നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഡെപ്ത് ഫിൽറ്റർ ഉണ്ട്, മെംബ്രെയിൻ ഫിൽറ്റർ ഉണ്ട്, എയർ ഫിൽറ്റർ ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് താഴെ എഴുതി വെച്ചോ. ഫിൽട്രേഷന്റെ താഴെ ഡെപ്ത് ഫിൽറ്റർ, DEPTH, ഡെപ്ത് ഫിൽറ്റർ. മെംബ്രെയിൻ ഫിൽറ്റർ, MEMBRANE, മെംബ്രെയിൻ ഫിൽറ്റർ. മൂന്നാമത്തെയാണ് എയർ ഫിൽറ്റർ. ഓക്കെ, ഫിൽട്രേഷന് താഴെ വരുന്നതാണ് ഡെപ്ത് ഫിൽറ്റർ, DEPTH, ഡെപ്ത് ഫിൽറ്റർ. രണ്ടാമത്തെ മെംബ്രെയിൻ ഫിൽറ്റർ, MEMBRANE, മെംബ്രെയിൻ ഫിൽറ്റർ. മൂന്നാമത്തെ എയർ ഫിൽറ്റർ, എയർ ഫിൽറ്റർ. ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ള ഇതിൽ കണ്ടന്റിൽ ഇത് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷന്റെ ഇതാണ് ഞാൻ പറയുന്നത്. ഫിസിക്കലും കെമിക്കലിലും വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇപ്പുറ സൈഡിലേക്ക് വന്നേ. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. ഈ കെമിക്കൽ സ്റ്റെറിലൈസേഷനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതില് ഒന്നാമത്തെ എഴുതുക ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ, GASEOUS, ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ. കെമിക്കൽ സ്റ്റെറിലൈസേഷന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ഗേഷ്യസ് സ്റ്റെറിലൈസേഷനും രണ്ടാമത്തെ ലിക്വിഡ് സ്റ്റെറിലൈസേഷനും. LIQUID, ലിക്വിഡ് സ്റ്റെറിലൈസേഷനും. ഓക്കെ, ഗേഷ്യസ് സ്റ്റെറിലൈസേഷനും ലിക്വിഡ് സ്റ്റെറിലൈസേഷനും. അപ്പോ ഈ ഗേഷ്യസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് എഥിലീൻ ഓക്സൈഡ്. കണ്ടോ, ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് കേട്ടോ. എന്താണ്? ഗേഷ്യസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്, അതിന്റെ താഴെ വരുന്നതാണ് എഴുതിക്കോ, എഥിലീൻ ഓക്സൈഡ്, ETHYLENE, എഥിലീൻ ഓക്സൈഡ്. ഫോർമാൽഡിഹൈഡ്, FORMA, ഫോർമാൽ MALDEHYDE, ഫോർമാൽഡിഹൈഡ്. FORMALDEHYDE, ഫോർമാൽഡിഹൈഡ്. നൈട്രജൻ ഡയോക്സൈഡ്, അത് മൂന്നെണ്ണാണ് ഗേഷ്യസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നത്. നൈട്രജൻ ഡയോക്സൈഡ്, NITROGEN,
ഡൈ ഓക്സൈഡ്, DiOxide, നൈട്രജൻ ഡയോക്സൈഡ്. അപ്പോൾ കെമിക്കൽ സ്റ്റെറിലൈസേഷനിൽ വരുന്നത് ഗേഷ്യസ് സ്റ്റെറിലൈസേഷനും ലിക്വിഡ് സ്റ്റെറിലൈസേഷനും ഉണ്ട്. അതിലേതൊക്കെയാണ്? എഥിലീൻ ഓക്സൈഡ്, ഗേഷ്യസ് സ്റ്റെറിലൈസേഷനിൽ എഥിലീൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് എഥിലീൻ ഓക്സൈഡ് മിഷൻ ETO എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് സ്റ്റെറിലൈസേഷനിൽ 3 എണ്ണം ഉണ്ട്. അതും കൂടി നമുക്ക് എഴുതിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഏതൊക്കെയാണ്? ലിക്വിഡ് സ്റ്റെറിലൈസേഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ്, ലിക്വിഡ് ആണ് കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ്, HYDROGEN, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈപ്പോക്ലോറൈറ്റ്, HYPOCHLORITE, ഹൈപ്പോക്ലോറൈറ്റ്. ഗ്ലൂട്ടറാൽഡിഹൈഡ്, GLU, GLUTARALDEHYDE, ഗ്ലൂട്ടറാൽഡിഹൈഡ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ലിക്വിഡ് സ്റ്റെറിലൈസേഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ് വരുന്നുണ്ട്, ഹൈപ്പോക്ലോറൈറ്റ് വരുന്നുണ്ട്, ഗ്ലൂട്ടാർഡിഹൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡാണെന്ന് പറഞ്ഞത്. ഫിസിക്കലും ഉണ്ട്, കെമിക്കലും ഉണ്ട്. അതിന്റെ ഓരോന്നിന്റെ താഴെ വരുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓട്ടോക്ലേവ് ഏതിനകത്ത് വരുന്നതാണെന്ന് പറഞ്ഞേ? ആ മോയിസ്റ്റ് ഹീറ്റിൽ വരുന്നതാണ് ഓട്ടോക്ലേവ്. പിന്നെ എഥിലീൻ ഓക്സൈഡ് എന്ന് പറഞ്ഞത് ആ കെമിക്കൽ സ്റ്റെറിലൈസേഷനിൽ ഗേഷ്യസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. ഇതിപ്പോ എഴുതി തന്നു വെച്ചാൽ ആരും കൺഫ്യൂഷൻ ഒന്നും അല്ലെങ്കിൽ ഇതാവണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് സ്റ്റെറിലൈസേഷൻ, അതിന്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം, നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ആ ചാർട്ട് തന്നു എന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല. ഓക്കെ. അപ്പൊ അതിനകത്ത് വരുന്ന ഓട്ടോക്ലേവും എഥിലീൻ ഓക്സൈഡ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വരുന്ന ETO അതും പിന്നെ ഫ്ലാസ്ക് സ്റ്റെറിലൈസർ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഏതാണ് ഓട്ടോക്ലേവ് എന്താണെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് ആ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 2 ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ മാത്രം അതിന്റെ കീഴിൽ വരുന്നതും മാത്രം നോക്കിയാൽ മതി. അതിന്റെ ഉള്ളിലേക്കുള്ള കണ്ടന്റുകൾ നോക്കാൻ അങ്ങനെ നിങ്ങൾക്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഓട്ടോക്ലേവ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കുറച്ച് പോർഷനാണ് നമ്മൾ നോക്കിയുള്ളൂ. ഇൻട്രൊഡക്ഷൻ എന്താണ് CSSD എന്ന് പറഞ്ഞു. അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ പ്ലാനിങ്, CSSD പ്ലാനിങ് എവിടെയൊക്കെ ആയിരിക്കണം, ഏത് ഫ്ലോറിലായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. പിന്നെ വർക്ക് ഫ്ലോ ഓഫ് CSSDയുടെ വർക്ക് ഫ്ലോ ആ ചാർട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഓർഗാനോഗ്രാം ആണ് അതിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ആ ഓർഗാനോഗ്രാം നോക്കി. പിന്നെ നമ്മൾ ഫങ്ഷണൽ ഏരിയയിൽ എത്ര ഏരിയ നമ്മൾ പഠിച്ചത്? റിസീവിംഗ് ഏരിയ പഠിച്ചു, ക്ലീനിങ് ഏരിയ പഠിച്ചു, പിന്നെ നെക്സ്റ്റ് പാക്കിംഗ് ഏരിയ, നെക്സ്റ്റ് 4ാമത്തെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്ന സ്റ്റെറിലൈസേഷൻ ഏരിയ. അപ്പൊ സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡ്, അതിന്റെ കീഴിൽ സബായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം. അപ്പൊ അതിനകത്ത് ഏതിൽ വരുന്നതാന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ ചാർട്ട് പോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. അതിൽ 3 എണ്ണം സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ നമുക്ക് 3 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. ഓട്ടോക്ലേവും എഥിലീൻ ഓക്സൈഡ് ETOയും ഫ്ലാസ്ക് സ്റ്റെറിലൈസറും ഉള്ളൂ. അപ്പൊ അടുത്ത 4ാമത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് പഠിപ്പിച്ചതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ. താങ്ക് യു. നമുക്ക് ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് എടുക്കാം കേട്ടോ. ഓക്കെ. ബൈ. ഓക്കെ. Thank you.